ഈ പരിപാടിയുമായി സഹകരിക്കുകയും പരിപാടി ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഏറെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഒരു ക്യാമ്പയിൻ ഉയർത്തിപ്പിടിച്ച് ജനങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച കാര്യമായ സൂചനകൾ ആദരണീയനായ ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇസ്മായിൽ കരിയാടിന്റെയും പിന്നീട് സംസാരിച്ചവരുടെയും വാക്കുകളിലൂടെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച്, എത്ര പറഞ്ഞു കേട്ടിട്ടും കേരളത്തിന് കൊതി തീരാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ കൂടി പരാമർശിക്കണമെന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപക്ഷെ എന്റെ സംസാരത്തിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമ ശല്യം ചെയ്യുമെങ്കിൽ ചുമക്കാനുള്ള അനുവാദം ഞാൻ നിങ്ങളോട് ആദ്യമേ ചോദിക്കുന്നു. ഇന്നിപ്പോ കേരളം മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യത്തും അന്ധവിശ്വാസങ്ങൾ അരങ്ങു തകർക്കുകയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഒരു 50 കൊല്ലം മുൻപേ തന്നെ അറപ്പുളവാക്കുന്ന കൂടോത്രത്തിന്റെയും തകിടെഴുത്തിന്റെയും ദുർമന്ത്രവാദത്തിന്റെയും ദുർഗന്ധം അമേരിക്കയിൽ നിന്ന് പോലും കേട്ടു തുടങ്ങിയിട്ടുണ്ട്. 60കളുടെ അവസാനത്തോടെ അമേരിക്കയിൽ അക്കാലം വരെയുള്ള എല്ലാ സങ്കല്പങ്ങളെയും തിരുത്തിക്കുറിച്ചുകൊണ്ട് ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തതായി നാം മനസ്സിലാക്കി തുടങ്ങുന്നു. മുതലാളിത്തത്തിന്റെ, സാമ്രാജ്യത്വത്തിന്റെ, മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ എല്ലാം അരികപറ്റി ജീവിക്കുമ്പോഴും പഴയ ഭൗതിക മാത്രമായ കാഴ്ചപ്പാടിൽ അവരെ തളച്ചിടാൻ സാധിക്കാതിരുന്നത് മൂലം അവർക്കിടയിലും മന്ത്രവാദം പ്രസംഗിക്കുന്ന ആളുകളും അമേരിക്കക്കാരോട് ബ്ലാക്ക് മാജിക് കാണിക്കുന്നവരും അവർക്കിടയിൽ കൂടോത്രം നടത്തി തകിടെഴുതി കൊടുത്ത് ജീവിക്കുന്ന ആളുകളും ഒക്കെ 60കളുടെ പാതിയോടെ തന്നെ ആവിർഭവിച്ചിട്ടുണ്ട്. ഇനി ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേര് പറയാൻ ഞാൻ സമയം കളയുന്നില്ല. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. അമേരിക്ക ഈ ലോകത്തെ ഏറ്റവും ചീഞ്ഞളിഞ്ഞ അന്ധവിശ്വാസങ്ങളിലേക്ക് പോയി എന്നത്. വളരെ വികസിത രാജ്യമാണ് ജപ്പാൻ. ഓം ഷിൻഡിക്കോ എന്ന മൂവ്മെന്റ്, ഓം ഷിൻഡിക്കോ എന്ന പ്രസ്ഥാനം ജപ്പാനിൽ ഉടലെടുത്തു എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അങ്ങനെ ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതെല്ലാം ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്നു, അതൊന്നുമല്ല പ്രശ്നം. ഒരാത്മീയ ഗുരു തങ്ങളോട് മരിക്കാൻ പറയുമ്പോ മരിക്കുകയും കൊല്ലാൻ പറയുമ്പോ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവര് അധപ്പതിച്ചതുകൊണ്ട് 10-25 കൊല്ലം മുൻപേ നമ്മൾ കേട്ടതാണ് സരിൻ എന്ന വിഷവാതകം ശ്വസിച്ച് ഓം ഷിൻഡിക്കോ എന്ന ആത്മീയ പ്രസ്ഥാനത്തിന്റെ അനുയായികൾ കൂട്ട ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ജപ്പാന്റെ കാര്യമാണ്. ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ, പക്ഷേ താവോയിസത്തിന്റെയും കൺഫ്യൂഷനിസത്തിന്റെയും ഒക്കെ ഒരു മിക്സ്ചർ, അതാണ് അവർക്ക്. ഇസ്ലാമിന്റെ ഒരു പ്രചരണമൊക്കെ അധികം വൈകിയില്ല അവിടങ്ങളിൽ വന്നിട്ടും ചെന്നിട്ടുമൊക്കെ. അപ്പൊ പല സാധനങ്ങൾ, ബുദ്ധമതം, താവോ മതം, കൺഫ്യൂഷനിസം, ഈ 3 മതങ്ങളും കൂടി ഇതിന്റെ ഒരു മിക്സ്ചറാണ് ചൈനയിലുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ പാർക്കുന്ന രാജ്യത്തിന്റെ സ്ഥിതിയാണത്. ഇന്ത്യയിലെ കാര്യം നേരത്തെ സതി, പഴയ രാജസ്ഥാനിലെ രൂപ് കൻവാറിനെ ഓർത്തെടുത്താൽ മതി.
ഭർത്താവ് മരിച്ച ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ നാട്ടുകാരും ബന്ധുക്കളും ഗോത്രാധിപന്മാരും തീരുമാനിച്ച് മുളമടി വെട്ടിക്കൊണ്ടുവന്ന് അതിന് കൂർത്ത മുനയുണ്ടാക്കി ഭർത്താവിന്റെ ചിതയെരിയുന്ന ആ വലിയ അഗ്നിയിലേക്ക് ബലമായി നാലുപാട് നിന്നും മുളങ്കമ്പിങ്ങനെ അടുപ്പിച്ചു കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി ചുട്ടുകൊന്ന് ആ രൂപ് കൻവാറിന്റെ ക്ഷേത്രം പണിത നാടാണ് ആധുനിക ഭാരതം. ഇതേതോ ഒരു തമോയുഗത്തിലെ ശിലായുഗത്തിന്റെ കഥയല്ല, ഇതാ ഇപ്പൊ നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ രാംപാലിന്റെ കഥയും അങ്ങനെ ജാർഖണ്ഡിൽ നിന്നും ഹരിയാനയിൽ നിന്നുമൊക്കെ ചീഞ്ഞു നാറുന്ന ഒരുപാട് കഥകൾ വരുന്നു. ഞാൻ പറഞ്ഞത് ഇതൊന്നും മുസ്ലിംകളുടെ മാത്രം പ്രശ്നമല്ല എന്ന് സൂചിപ്പിക്കാനാണ്. ഒന്നാമത്തെ ഒരു വിഷയം മൗലികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിലൊന്നും മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്നൊന്നുമില്ല. ഞാൻ അത്ഭുതപ്പെടുന്നത് 1976 മലപ്പുറം ജില്ലയിലെ 5 ജാറങ്ങൾ സന്ദർശിച്ച് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഡോക്ടർ എം ഗംഗാധരൻ ഡെയിൽ എന്നൊരു സായിപ്പുമായി സഹകരിച്ചുകൊണ്ട് ഒരു ഗവേഷണ സന്ദർശനം നടത്തി. അതുപോലെ പൂക്കോട്ടൂരും മാപ്പിള ലഹളയിൽ അനേകം രക്തസാക്ഷികൾ എന്ന് വാഴ്ത്തപ്പെട്ട ആളുകൾ സംഭാവന ചെയ്ത പൂക്കോട്ടൂർ, നിന്നുപോയ ഒരു ജാറവും നേർച്ചയും ഒക്കെ ഉണ്ട് അവിടെ, നിന്നുപോയ ഒരു നേർച്ച. അങ്ങനെ ഈ പൂക്കോട്ടൂരടക്കമുള്ള മലപ്പുറം ജില്ലയിലെ ജാറങ്ങൾ സന്ദർശിച്ചിട്ട് ഡെയിലും ഡോക്ടർ എം ഗംഗാധരനും കൂടി ഒരു കുറിപ്പ് തയ്യാറാക്കിയത് നമ്മുടെ നാട്ടിലെ വൃത്താന്ത പത്രങ്ങളിൽ മലയാളത്തിൽ അച്ചടിച്ചു വന്നതിന്റെ ആദ്യ വാചകം, ആത്മീയ നേതാക്കളെന്ന് കരുതപ്പെടുന്ന ആളുകളിൽ പലരെയും മുസ്ലിങ്ങൾ ആരാധിക്കുന്നുണ്ട്, അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇത്. അവർക്ക് മനസ്സിലായി ഇത് ആരാധനയാണെന്ന്, വളരെ എളുപ്പം മനസ്സിലായി. അവരോട് ആരും ഖുർആനും ഹദീസും ഒന്നും പറഞ്ഞിട്ടല്ല. ഡെയിലിൽ എന്ത് ഖുർആനും ഹദീസും, ഡോക്ടർ എം ഗംഗാധരനും ഖുർആനും ഹദീസും പഠിച്ചിട്ടല്ല. പക്ഷെ അവർക്ക് ജാറങ്ങൾ സന്ദർശിച്ചിട്ട് കാര്യങ്ങൾ പിടികിട്ടിയപ്പോൾ ബോധ്യപ്പെട്ടു ഇത് കൃത്യമായും ബഹുദൈവത്വപരമായ ഒരു നടപടിക്രമമാണെന്ന്. ഇതാണ് മുസ്ലിംകളുടെ സ്ഥിതി. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ വമ്പിച്ച ആത്മീയ ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തമാശകൾ പലതും കേൾക്കാനും കാണാനും കഴിഞ്ഞേക്കും. പക്ഷെ അതിലെ തമാശകൾ വിടുക, ഇസ്ലാമുമായിട്ട് ഇതിന് ബന്ധമില്ല എന്ന് ഇനിയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു വേദിയിൽ വെച്ച് വിളിച്ചു പറയേണ്ട കാര്യം ഇല്ലാത്തവണ്ണം കാര്യങ്ങൾ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇതൊന്നും ഇസ്ലാമല്ല. ഇസ്ലാമിൽ എന്ത് ജാറം, മക്കാമ്, ചന്ദനക്കുടം, നേർച്ച, കൊടികുത്ത്, എന്താ കേട്ടാ തന്നെ അറിഞ്ഞൂടെ? കൊടികുത്ത്, നേർച്ച, ചന്ദനക്കുടം എന്നൊക്കെ പറയുന്നത് അതിന് ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല. ഉണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് മാത്രം നടത്താവുന്ന, അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കാവുന്ന നേർച്ചയുടെയും പ്രാർത്ഥനയുടെയും കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ നാടിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കേരളത്തിന്റെ ഒരു പൊതുവായ പ്രത്യേകത, നിങ്ങൾ ശബ്ദധാരാവലിയിൽ ശകുനം എന്ന വാക്ക് എന്താ അർത്ഥമെന്ന് പരിശോധിക്കുക. ശകുനം, അപ്പൊ ശുഭശകുനം, ദുശകുനം എന്നിങ്ങനെ ശബ്ദധാരാവലിയിൽ അതിങ്ങനെ വേറെ വേറെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും നമ്മുടെ നാട്ടിലെ ഈ കേരളത്തിലെ പഴമക്കാർ വിശ്വസിച്ചു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്. അതിൽ നിന്ന് മതം മാറിയതാ നമ്മളൊക്കെ. നമ്മൾ മതം മാറി വന്നതാ. ഇപ്പൊ നിലമ്പൂരോ ചന്തക്കുന്നോ വണ്ടൂരോ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകൾ മതം മാറി വന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളും വിടാതെ, പല ആചാരങ്ങളും ഉപേക്ഷിക്കാതെയാണ് നാം ഇസ്ലാമിൽ നിലകൊണ്ടു പോന്നിട്ടുള്ളത്. മദ്യം, പച്ചയിറച്ചി, മണ്ണ്, ശവവും കത്തുന്ന അക്ഷതം, നെയ്യും ചന്ദനവും, വെളുത്ത കുസുമം, വിപ്രദ്വയം, കാതളം, വേശ്യാസ്ത്രീ
തൈർ തേൻ കരിമ്പ് ഗജവും തണ്ടശ്വം അന്തോളവും രാജാവും കയറിട്ട കാള പശുവും യാത്രാമുഖേ ശോഭനം. ഒരു യാത്ര തുടങ്ങാൻ നേരത്ത് ജോലിയിൽ ആദ്യമായി പ്രവേശിക്കാൻ പോകുന്നു, PSC കിട്ടി, ആദ്യമായിട്ട് ഒപ്പിടാൻ പോകുന്ന ദിവസം, ഒരു കല്യാണാലോചന വന്നു, പെൺകുട്ടിയെ കാണാൻ പോകുന്ന അന്ന്, വിസ കയ്യിൽ കിട്ടി, കരിപ്പൂരിലേക്ക് യാത്രയാകുന്ന ദിവസം, നമ്മൾ ആരെയൊക്കെ കാണണം? മദ്യം, പച്ചയിറച്ചി, മണ്ണ്, അങ്ങനെ തുടങ്ങി ഒരുപാട് വസ്തുക്കൾ, വേശ്യകളെ വരെ കണ്ടിറങ്ങിയാൽ അൽഹംദുലില്ലാഹ് യാത്ര ശുഭം. ഇതാണ് നമ്മുടെ നാട്ടിലെ വിശ്വാസം. വേശ്യയെ കണ്ടിറങ്ങണം. തൈര്, തേൻ, കരിമ്പ്, ആന, തണ്ടുവലിക്കുന്ന കുതിര, പല്ലക്ക്, അങ്ങനെ തുടങ്ങി 2 ബ്രാഹ്മണ കുട്ടികൾ എതിരെ വരുന്നത് ഒരുമിച്ച് കണ്ടാൽ അൽഹംദുലില്ലാഹ് യാത്ര സുമോഹനം ശുഭകരം എന്നാണ്. എന്നാൽ ഏതൊക്കെയാണ് മോശം കാര്യങ്ങൾ? വെണ്ണീറും വിറകെണ്ണയും കഴുതയും ചൂലും മുറം ദർഭയും പോത്തും കൂറ്റനും എണ്ണുമൊപ്പ് കയറും തക്രം മൺശീതികൻ ദണ്ഡീ മുണ്ടിതരംഗഹീന വിധവ നൽപ്പാമ്പിലും ബാതുരൻ മാർജാരൻ ബലിപുഷ്പം എന്നിവ എതിർത്തിയിടിൽ സദാ നിന്ദിതം. വെണ്ണീർ നിർദ്ദചാരം, വിറക്, എണ്ണ, കഴുത, ചൂല്, മുറം, ദർഭപ്പുല്ല്. അത് ഈ അമുസ്ലിം സഹോദരങ്ങളുടെ ശവസംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് കർമ്മം ചെയ്യുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ മകന്റെ വിരലിൽ ആ ദർഭപ്പുല്ലിങ്ങനെ കെട്ടിവെക്കും. അതുപോലെ പോത്ത്, കൂറ്റൻ, എള്ള്, ഉപ്പ്, കയറ്, തക്രം എന്ന് പറഞ്ഞാൽ തൈര്, മോര്, തക്രം, മഴു, ശീതികൻ എന്ന് പറഞ്ഞാൽ ഈ നായർ സമുദായത്തിലെ സഹോദരങ്ങളുടെ ശവസംസ്കാര ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്ന പൂജാരി. പിന്നെ ദണ്ഡി എന്ന് പറഞ്ഞാൽ സന്യാസി, ദണ്ഡുമായിട്ട് നടക്കുന്ന ആൾ. മുണ്ടിതൻ, തലമുണ്ടനം ചെയ്ത ആൾ. അംഗഹീനൻ എന്ന് പറഞ്ഞാൽ അംഗപരിമിതർ, വികലാംഗൻ എന്ന് നമ്മൾ പറയുന്ന അംഗപരിമിതർ. പിന്നെ ഭർത്താവ് മരിച്ച വിധവ, നൽപാമ്പ്, ഇരുമ്പ്, രോഗി, മാർജാരൻ, ബലിപുഷ്പം. ഇത് എന്ത് കണ്ടാലും സദാ നിന്ദിതം, എപ്പോഴും കുഴപ്പം തന്നെ. ഇതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ രോഗിയെ കാണരുത്, ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ കാണരുത്, മാർജാറിനെ കാണരുത്, ബലിപുഷ്പം കാണരുത്, ഒരു പോത്തിനെയോ കൂറ്റനെയോ കാണരുത്. ഇതൊക്കെയാണ് കേരളത്തിലെ ശുഭ അശുഭ വിശ്വാസങ്ങളായി നിലനിന്നിരുന്ന സംഗതികൾ. അപ്പൊ പിന്നെ ഇപ്പോഴത്തേത് കുറച്ച് ആശ്വാസമാണെന്ന് വേണം പറയാൻ. കാരണം ഇപ്പൊ ആളുകൾ കുറെയൊക്കെ മറക്കുകയും പലതും ആളുകൾ കുഴിച്ചു മൂടുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ പിന്നാലെയല്ല ഇന്ന് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രവാചകന്മാരുടെ, ഏതായാലും ഇന്ത്യയിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ടാകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഇന്ത്യയിൽ ഹർഷവർദ്ധൻ നാട് ഭരിക്കുന്നു. അപ്പൊ ഇവിടെ ജനങ്ങളുണ്ട്, രാജഭരണമാണെന്നേ ഉള്ളൂ. ജനങ്ങളൊന്നുണ്ട്, അതിനു മുൻപും ജനങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തായി ജീവിച്ചു പോരുന്നു. എവിടെ മനുഷ്യരുണ്ടോ പ്രവാചകന്മാർ വരാത്ത ഒരു കാലഘട്ടമോ ഒരു മനുഷ്യ സമൂഹ കൂട്ടായ്മയോ ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രവാചകന്മാർ ഇവിടെ വന്നിരിക്കണം. പ്രവാചകന്മാരുടെ വരവിനെ തുടർന്നുണ്ടായ അത്ഭുതകരമായ ഒരു വ്യതിയാനത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിച്ചു തന്നിട്ടുണ്ട്. മാ മിൻ നബിയ്യിൻ ബഅസഹു അല്ലാഹു ഫീ ഉമ്മത്തിൻ ഖബ്ലി ഇല്ലാ കാന ലഹു ഹവാരിയൂൻ وأصحاب يأخذون بسنته ويقتدون بأمره ثم إنه تخلف من بعدهم خلوف يقولون ما لا يفعلون ويفعلون ما لا يؤمرون فمن جاهدهم بيده فهو مؤمن ومن جاهدهم بلسانه فهو مؤمن ومن جاهدهم بقلبه فهو مؤمن وليس وراء ذلك من الإيمان حبة خردل. ഇമാം തുർമുദി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പ്രവാചകൻ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന് തുച്ഛമെങ്കിലും അനുയായികൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അനുയായികളില്ലാത്ത, അനുചരന്മാർ ഇല്ലാത്ത ഒരു നബിയില്ല. പക്ഷേ പിന്നീട് സുമ്മ ഇന്നഹു തഖ്ലുഫ് മിൻ ബഅദിഹിം ഖുലൂഫ്, പിന്നീട് ഒരു പിന്തലമുറ വരും. യഖൂലൂന മാ ലാ യഫ്അലൂൻ,
അവർ ചെയ്യാൻ അവർക്ക് കഴിയാത്ത, താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് അവർ പറയും, പ്രസംഗിക്കും. അവരോട് പറയാത്ത, ആവശ്യപ്പെട്ടിട്ടില്ലാത്ത, അല്ലാഹുവോ ദീനോ അവരോട് കൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ പ്രവർത്തിക്കാൻ താല്പര്യം കാട്ടുകയും ചെയ്യും. ഇത് വമ്പിച്ച വ്യതിയാനമാണ്. വിശ്വാസരംഗത്തും ആദർശരംഗത്തും കർമ്മരംഗത്തും ഒക്കെ സംഭവിച്ചേക്കാവുന്ന സ്വാഭാവികമായ ഒരു വ്യതിയാനം. അവരെ കർമ്മം കൊണ്ട് തിരുത്താൻ, ബിയദിഹി എന്ന് പറഞ്ഞാൽ കയ്യാങ്കളിയല്ല ഉദ്ദേശം. ബിയദിഹി, ആരെങ്കിലും റബീഉൽ അവ്വൽ 12 ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ബിയദിഹി എന്ന് പറഞ്ഞാൽ ബിഅമലിഹി എന്ന് തന്നെയാണ്. കാരണം കൈകൊണ്ട് റബീഉൽ അവ്വലിനെ തടയണം എങ്ങനെ? അല്ലെങ്കിലും യദ് എന്നത് കർമ്മത്തിന്റെ സൂചനയാണ്, കൈ എന്നത് കർമ്മത്തിന്റെ സൂചനയാണ്. അത് യുഗയ്യിർ എന്ന് പറഞ്ഞാൽ തന്നെ അതിനെ ഗൈറാക്കി മാറ്റണം എന്നാണ്. അപ്പൊ നിലവിലുള്ള സാഹചര്യത്തെ മറ്റൊന്നാക്കി മാറ്റണം, അതാണ് യുഗയ്യിർ, ഗൈറാക്കി മാറ്റണം. ബിയദിഹി, അതെങ്ങനെ? കൈകൊണ്ട് ഗൈറാക്കി മാറ്റാൻ പറ്റില്ല, അത് കർമ്മം കൊണ്ടാണ്. നമ്മൾ സജീവമായി പ്രവർത്തന രംഗത്ത് നിൽക്കണം, ആളുകളിൽ ഇസ്ലാഹിന്റെ കർമ്മ പ്രവർത്തനങ്ങൾ നടത്തണം, എന്നിട്ട് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമമുണ്ടാകണം. അങ്ങനെയെങ്കിൽ ഫഹുവ മുഅ്മിൻ, അവൻ വിശ്വാസം തയ്യാറുണ്ടോ എങ്കിൽ ഫഹുവ മുഅ്മിൻ, അവന്റെ മനസ്സിലും ഈമാനുണ്ടെന്ന് ചുരുക്കം. വമൻ ജാഹദഹും ബിഖൽബിഹി, ആരെങ്കിലും ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് വെറുത്ത് ബഹിഷ്കരിച്ചും വിട്ടുനിൽക്കാനെങ്കിലും ഒരാൾ തയ്യാറാവേണ്ടതില്ലേ? അങ്ങനെ തയ്യാറാവുന്നുവെങ്കിൽ ഫഹുവ മുഅ്മിൻ, അവനും ഈമാന്റെ അവസാനത്തെ അംശമുണ്ട്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദലിൻ, ഒരു കടുകുമണി ഈമാൻ പോലും ഇതൊന്നും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുണ്ടാവില്ല മനസ്സിൽ. അപ്പം നിസ്സംഗമായ, നിരുത്തരവാദപരമായ മൗനം അത് പാപമാണ്. ആ പാഠമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന്റെ പിറകിലുമുള്ളത്. നമ്മളിപ്പോ ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന വിശ്വാസത്തോട് ഞാൻ പറയട്ടെ, കേരളത്തിലെ ഒരുപാട് ആളുകൾ ഇതേ സമയത്ത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരിൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചില സ്ത്രീ പ്രസ്ഥാനങ്ങൾ. അവര് മലപ്പുറം ജില്ലയിലെ ഒരു ഫാത്തിമയെ അവർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഫാത്തിമ എന്ന പർദ്ദയിട്ട ഒരു സ്ത്രീ, ആ സ്ത്രീയെ വാഴ്ത്തി പറയുന്ന ഒരു ലേഖനം തന്നെ അവരുടെ പ്രസിദ്ധീകരണത്തിലുണ്ട്. ഇപ്പൊ എല്ലാവരും ഇത് നടത്തിക്കൊണ്ടിരിക്കാം, മുസ്ലിങ്ങൾ മാത്രമല്ല. കാരണം ഈ അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും കളിമൂത്ത് അവസാനം ഇത് മന്ത്രവാദമല്ല, മന്ത്രവധം എന്നാരോ തമാശക്ക് പറഞ്ഞല്ലോ. മന്ത്രവാദം എന്ന സ്ഥിതി വിട്ടിട്ട് മന്ത്രവധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി, ആളുകളെ കൊല്ലുക. അങ്ങനെയാണ് സിറാജുദ്ദീൻ ആ പെൺകുട്ടിയെ അവളുടെ നടുവൊടിച്ച ആന്തരാവയവങ്ങൾ പലതും തകർത്ത് കൊന്നുകളഞ്ഞത്. അങ്ങനെയാണ് പുളിക്കൽ, കൊണ്ടോട്ടിക്കടുത്തുള്ള പുളിക്കൽ ഹൈസ്കൂളിലെ മദീനത്തുൽ അറബി കോളേജിന്റെ തൊട്ടരികത്തുള്ള ഹൈസ്കൂൾ, ആ ഹൈസ്കൂളിലെ സുലോചന എന്നോ മറ്റോ പേരുള്ള ഒരാളെ, ഒരു സ്ത്രീയെ അരൂര് വേട്ടയ്ക്കൽ മകൻ ക്ഷേത്രത്തിലെ ദുർഗാപ്രസാദും ഭാര്യയും കൂടി കൊന്നുകളഞ്ഞത്. അത് ആർത്തിയുടെ പേരിൽ മരിച്ചതാണ്. ഒരു തേക്ക് മുറിച്ചിട്ട് മുറിച്ച തേക്കിന്റെ ബാക്കി നിൽക്കുന്ന കുറ്റിയുടെ അടിയിലൊരു നിധിയുണ്ടെന്നും ആ നിധി കണ്ടെടുക്കാൻ ഇന്നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവസാനം ആ സ്ത്രീയുടെ, ഈ സുലോചന എന്ന് പേര് പറയുന്ന ആ പുളിക്കൽ സ്കൂളിലെ ജീവനക്കാരി, ഇപ്പൊ മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ആഭിചാര പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് പറയുന്നത്. ജനസംഖ്യ കൊണ്ടും മലപ്പുറം ജില്ല 10-30 ലക്ഷത്തിന് മുകളിലാണല്ലോ നേരത്തെ തന്നെ. അപ്പോ സ്വാഭാവികമായും അതിന് സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനം ഏറ്റവും വലിയ പാപമായും തിന്മയായും ജീർണതയായും കാണുന്നത് വിശ്വാസപരമായ വ്യതിയാനത്തെ തന്നെയാണ്. അതിന്റെ താഴെയാണ് ബാക്കിയുള്ളതൊക്കെയും, അതിന്റെ താഴെയാണ് ബാക്കിയുള്ള എല്ലാം. വിശ്വാസപരമായ വ്യതിയാനം.
2002 സാരഗ്രാഹി എന്ന ഒരു പ്രസിദ്ധീകരണം, സാരഗ്രാഹി അങ്ങനെ പ്രസിദ്ധീകരണമുണ്ട്. അത് ഹൈന്ദവ ധർമ്മത്തെ പ്രസിദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രസിദ്ധീകരണമാണ്. അതിൽ പ്രൊഫസർ രഘുരാമൻ നായരുടേതായിട്ട് ഒരു വരി കവിത വന്നു. കേൾക്കണം കേട്ടോ. അത് അദ്ദേഹം പറയാം: ക്ഷേത്രത്തിൽ പതിവായി കടക്കും എലികൾ രാവിന്റെ യാമങ്ങളിൽ, ക്ഷേത്രത്തിൽ പതിവായി കടക്കും എലികൾ രാവിന്റെ യാമങ്ങളിൽ, ശ്രീകോവിൽ പുരയിൽ നിവേദ്യമഖിലം കാർന്നിട്ടു കാഷ്ടിച്ചിടും, മൂർധാവിൽ കയറി തിമിർക്കുമെലിയെ കയ്യോങ്ങി ഓടിച്ചിടാൻ കെൽപ്പില്ലാത്തൊരു കല്ലിലെന്നു ഭഗവാൻ ചൊല്ലിയിടും ആലോകരെ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രഭാഷണമല്ല, പ്രൊഫസർ രഘുരാമൻ നായർ വിഗ്രഹാരാധനയെ ചോദ്യം ചെയ്തുകൊണ്ട് പറയുന്നതാണ്. ഇബാദത്തുൽ അസ്നാമി വൽ ഔസാൻ. എല്ലാ അമ്പിയാക്കളും ഈ ലോകത്ത് ഇല്ലാതായി കാണാൻ മോഹിച്ച് പരിശ്രമിച്ച വിഗ്രഹാരാധനയ്ക്കെതിരിൽ പ്രൊഫസർ രഘുരാമൻ നായർ എഴുതിയതാണിത്. സന്ധ്യമയങ്ങി കുറച്ചുകൂടി നേരം ഇരുട്ടാകുന്ന സമയത്ത് എലികൾ അമ്പലത്തിന്റെ ശ്രീകോവിലിൽ കയറി അവിടെ ഇരിക്കുന്ന മലരോ പഴമോ ഒക്കെ മോഷ്ടിച്ച് അത് കഴിച്ച് വിഗ്രഹത്തിന്റെ തലയിൽ കയറി മൂർധാവിൽ കയറി തിമിർക്കും എലിയെ കയ്യോങ്ങി ഓടിച്ചിടാൻ കെൽപ്പില്ലാത്തൊരു കല്ലിലെന്നു ഭഗവാൻ. ആ എലിയെ കയ്യോങ്ങി ഓടിച്ചിടാൻ കെൽപ്പില്ലാത്ത കല്ലിൽ എവിടെയാണ് ഭഗവാൻ ഉള്ളത് എന്ന് ചോദിച്ചത് പ്രൊഫസർ രഘുരാമൻ നായർ 2002 സാരഗ്രാഹി ലക്കത്തിൽ. ഇത് ഞാൻ പറയുന്നത് എല്ലാവരും ഇതിനെ സംബന്ധിച്ച് ആശങ്കാകുലരാണ്. കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവബുദ്ധിയ ചിന്തിക്കുന്ന വിവേകമതികളായ ഹൈന്ദവ ധർമ്മത്തിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ മൗലികമായ അടിത്തറയെ സംബന്ധിച്ച് ധാരണയുള്ള ആളുകൾ ആശങ്കാകുലരാണ് എന്നാ പറഞ്ഞത്. തൗഹീദാണ് പ്രധാനം. ആ തൗഹീദിൽ സംഭവിച്ച ക്ഷീണവും അപജയവുമാണ് ശിർക്കിലേക്കും തുടർന്ന് അനിവാര്യമായും വരുന്ന അപകടങ്ങളിലേക്കും ഈ മാനവരാശിയെ നയിച്ചത്. കേരളത്തിന്റെ ചിത്രമാകട്ടെ, കേരളം വിദ്യാസമ്പന്നരായ ആളുകളുടെ പറുദീസയാണ്, ദൈവത്തിന്റെ നാട് എന്നാണ് ഇതിനെ ആളുകൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നാ വിളിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്ന നാട്. നിർഭാഗ്യവശാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെങ്കിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടത് 1ഓ 2ഓ സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഇടുക്കിയിലാണ്. 2ാം സ്ഥാനമേ ഉള്ളൂ ഞങ്ങൾക്ക്, തൃശൂർ ജില്ലയ്ക്ക്. ഞാൻ പറഞ്ഞത് ആകെ താളം തെറ്റിയിരിക്കുന്നു കാര്യങ്ങൾ. ഇത് നമ്മുടെ മാത്രം പ്രശ്നമാകുന്നത് എങ്ങനെ? നമ്മുടെ മാത്രം പ്രശ്നമാണോ കൂടോത്രം? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വഴിപിഴച്ചു പോയ ആളുകൾ കൂടോത്രം ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹുവാണ് സത്യം, കൂടോത്രം ഫലിക്കില്ല. ഒരു നിലക്കുള്ള കൂടോത്രം ആർക്കും ഫലിക്കില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫലിച്ചതോ? ഫലിച്ചില്ല. റസൂലുള്ളാഹിക്ക് ആരെങ്കിലും കൂടോത്രം ചെയ്തോ എന്തോ? സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസുണ്ട്, ആ ഹദീസ് ശരിയല്ല. ഇതാരാ പറയേണ്ടത്? വിശുദ്ധ ഖുർആനോടും തിരുസുന്നത്തിനോടും ഇഷ്ടമുള്ളവർ പറയണം. എന്താ കാര്യം? പരിശുദ്ധ ഖുർആന്റെ മൗലികമായ പരസ്യ പ്രസ്താവത്തിനെതിരാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട നബിക്ക് സിഹ്ർ ബാധിച്ചു എന്ന ഹദീസ്. അള്ളാഹുവിന്റെ പ്രവാചകന് സിഹ്ർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് കൂടോത്രത്തിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന പ്രതീക്ഷ ആർക്കും വേണ്ട. അപ്പോ ആരോ ചോദിക്കുകയാണ്, എന്താണ് ഈ കൂടോത്രത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴി? അത് ഈമാനും തഖ്വയും അമലു സ്വാലിഹും ഒക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അപ്പൊ സ്വാഭാവികമായ മറുചോദ്യം, അല്ല അപ്പൊ ഈമാനും അമലു സ്വാലിഹും തഖ്വയും അള്ളാഹുവിന്റെ റസൂലിന് കുറവായതുകൊണ്ടാണോ റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചത്? ലബീദ് ബിൻ അസം എന്ന ജൂതന്റെ, ഈ ലബീദ് ബിൻ അസം എന്ന ജൂതൻ, ഞാനെന്താണ് പറയാം, അത് ശിർക്കിന്റെ അനുജന. ഈ സിഹ്ർ അശ്ശിർക്കു ബില്ലാഹി വസ്സിഹ്ർ വഖത്ലുൻ നഫ്സ് അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വഅക്ലു റിബാ വഅക്ലു മാലിൽ യതീം വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത് വതവല്ലി യൗമ അസ്സഹ് എന്നിങ്ങനെ 7 മഹാപാപങ്ങൾ എണ്ണി പറഞ്ഞപ്പോ ശിർക്കിന്റെ തൊട്ടു പിറകെ രണ്ടാമനായി പറഞ്ഞ വില്ലനാണ് സിഹ്ർ. അത് ശിർക്കിന്റെ അനുജനാണ്, അലിയനാണ്.
എപ്പോ വേണമെങ്കിലും ശിർക്ക് എന്ന് പേര് വിളിക്കാൻ മതിയായ ന്യായങ്ങൾ സിഹറിനുണ്ട്. അതാ കാര്യം. ആ സിഹർ അള്ളാഹുവിന്റെ റസൂലിന് ഫലിച്ചു എന്ന് മുജാഹിദുകൾ ആരെങ്കിലും പറഞ്ഞാൽ അത് ഈ ക്യാമ്പയിന്റെ ഭാഗമാണ്. ഏത് അന്ധവിശ്വാസ നിർമാർജനത്തിന് എന്ന് തുടങ്ങുന്ന ക്യാമ്പയിന്റെ ഭാഗം. അള്ളാഹുവിന്റെ റസൂലിന് സിഹർ വലിക്കണമെന്നത് ജൂതന്മാരുടെ ആഗ്രഹമായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന് സിഹിർ ഫലിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പ്രവാചകനിലൂടെ ഈ ലോകത്തിന് കാരുണ്യമായി അവതരിച്ചു കിട്ടിയ വിശുദ്ധ ഖുർആന്റെ വിശ്വാസ്യത അംഗീകരിക്കാൻ ബാധ്യസ്ഥനല്ല. 6 മാസം വരെ നീണ്ടു നിന്നാ പറയുന്നത്. പോട്ടെ, 6 സെക്കൻഡ് നീണ്ടു നിൽക്കാൻ പോലും പാടില്ല. എന്നിട്ടല്ലേ 6 മാസം? 6 സെക്കൻഡ് അള്ളാഹുവിന്റെ റസൂലിന് സിഹിർ വലിക്കണ്ടേ? ഫലിക്കൂല. അള്ളാഹുവിന്റെ റസൂലിന് കൂടോത്രം ഫലിച്ചു എന്ന് പറഞ്ഞിട്ട് കൂടോത്രത്തിന് മേലപ്പ് ചാർത്തുക, അതിന് അംഗീകാരം ഉണ്ടാക്കുക, നുണയാണത്, അസംബന്ധമാണ്. അപ്പൊ സ്വഹീഹുൽ ബുഖാരിയിലുള്ളതോ? ആ സ്വഹീഹുൽ ബുഖാരിയിൽ അത് മാത്രമല്ല, അതല്ലാതെയും വേറെ ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിന് എതിരായി വരുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ മുസ്ലിം ലോകം ആരംഭിച്ചാൽ അതിന്റെ പിറകിൽ വരാൻ പോകുന്ന ദുരന്തം ദൂരവ്യാപകമായതായിരിക്കും. നമ്മുടെ അഖീദയെ നമുക്ക് രക്ഷപ്പെടുത്താനാവില്ല. പിന്നെ നമ്മൾ മുജാഹിദുകൾക്ക് ശൈഖ് ഇബ്നു തൈമിയ്യ, ശൈഖ് ഇബ്നുൽ ഖയ്യിം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നിങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് ബഹുമാനമാണ്. ആ ബഹുമാനം ഒരിക്കലും ഒരു തഖ്ലീദിന്റെ പാതയിലേക്ക് ഇന്നേവരെ എത്തിയിട്ടില്ല, എത്താനൊട്ട് സമ്മതിക്കുകയുമില്ല. നമുക്ക് പണ്ഡിതന്മാരോടുള്ള ബഹുമാനം ഒരിക്കലും തഖ്ലീദിന്റെ വഴിയിലുള്ള ബഹുമാനമേ അല്ല. അതുകൊണ്ട് വ്യക്തിപരമായി അവർക്ക് ചില അഭിപ്രായങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ ഉണ്ടായേക്കാമെങ്കിൽ പോലും ആ കാര്യങ്ങൾ സ്വീകരിക്കുവാനും അപ്പടി തൊണ്ടതൊടാതെ വിഴുങ്ങി സ്വീകരിക്കുവാനുമുള്ള ബാധ്യത മുസ്ലിം ലോകത്തിനില്ല. ഞാൻ കൂട്ടത്തിൽ ആ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോ ഇന്ത്യയുടെ പൊതുസ്ഥിതി എന്താണെന്നറിയോ? 2000-നും 2012-നും ഇടയിൽ, ഈ ആധുനിക കാലഘട്ടത്തിന്റെ സ്ഥിതിയാണ് പറയുന്നത്. 2000-നും കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് 2012-നും ഇടയിൽ 2100ഓളം പേരാണ് ദുർമന്ത്രവാദം, ബ്ലാക്ക് മാജിക്കിന് വിധേയമായി മരിച്ചത്. ദുർമന്ത്രവാദം ആരോപിക്കപ്പെട്ടിട്ട് സ്ത്രീകളാണ് ഇരകൾ. ഈ സദസ്സിൽ സ്ത്രീകളില്ലേ എന്റെ സഹോദരിമാർ, അവരാണ് ഇതിന്റെ ഇരകൾ. ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും സ്ത്രീകളുടെ മെക്കിട്ട് കയറുന്നതാണ് ഈ പറയുന്ന ബ്ലാക്ക് മാജിക്കും മറ്റുമെല്ലാം. അതിനെ പ്രതിരോധിക്കാൻ, അതിനെ ഈ കൂടോത്രം ആർക്കെങ്കിലും ചെയ്തു എന്ന് വന്നാൽ തോന്നിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മറുമരുന്നാണ് എക്സോർസിസം. എക്സോർസിസം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ ബ്ലാക്ക് മാജിക്കിന് അത് ജിന്നുബാധ ഒഴിപ്പിക്കലാ. ജിന്നുബാധ ഒഴിപ്പിക്കല്, ജിന്നുബാധ, ചാത്തൻ ബാധ, പിശാച് ബാധ, അങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികളും സംഭവങ്ങളും ഉണ്ടല്ലോ. നമുക്ക് കേട്ട് പരിചയമുള്ള പദാവലികളായി പലതുമുണ്ട്. ഇതൊക്കെ ഒഴിപ്പിക്കൽ, അതാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. ഞാൻ ആത്മാർത്ഥമായി ഏത് നിരക്കുള്ള പ്രതിഷേധത്തെയും സ്വീകരിച്ചുകൊണ്ട് പറയാം, അള്ളാഹുവിന്റെ പ്രവാചകന് സിഹർ ബാധിച്ചു എന്നത് കളവാണെന്നല്ല. ഒരാൾക്കും സിഹർ ബാധിക്കില്ല, ബാധിക്കും ഒരാൾക്ക്, ഒരേ ഒരാൾക്ക്. അതാർക്കാണെന്നറിയോ? സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. എനിക്കാരോ സിഹിർ ചെയ്തിട്ടുണ്ട് എന്ന് സ്വയം ആശങ്കിച്ച് പേടിച്ചു കഴിയുന്ന ഒരാൾക്ക് ചിലപ്പോ ഒരു ഹിസ്റ്റീരിക്കായിട്ട് അയാൾക്ക് ഹിസ്റ്റീരിയയുടെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതല്ലാതെ സിഹറിന് യാതൊരു ഫാഇലിയത്തും ഹഖീഖത്തുമില്ല. അപ്പോ വേറൊന്നും കൂടി പറയണം, സിഹറിന്റെ ഹഖീഖത്തുണ്ട് എന്ന് കേരള നദവത്തുൽ മുജാഹിദീൻ സെൽഫ് സ്റ്റൈൽഡ് ഒഫീഷ്യൽ വിഭാഗമില്ലേ, ഔദ്യോഗിക വിഭാഗം, അവരുടെ ഒരു നിലപാട് സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടെന്നാണ്. നമുക്ക് ആ നിലപാടില്ല. അതാണ് നമ്മളും അവരും തമ്മിൽ മുഖ്യമായ ഒരു വ്യത്യാസം. നമുക്ക് ആ നിലപാടില്ല. സിഹറിന് യാതൊരു തരത്തിലുള്ള ഹഖീഖത്തും ഇല്ല. അങ്ങനെ ഹഖീഖത്തുണ്ടെന്ന് വന്നാൽ ഈ ലോകം നശിക്കാൻ വേറെ ഒരു കാരണവും പിന്നെ വേണ്ടതാനും. അങ്ങനെ അഭൗതികമായോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമോ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന തരത്തിലോ, നമ്മുടെ അന്നം മുട്ടിക്കുന്ന വിധത്തിലോ, നമുക്ക് അപകടം വരുത്തുന്ന തരത്തിലോ ലോകത്താർക്കും പ്രവർത്തിക്കാനാവില്ല. അഭൗതികമായ നിലയിൽ കാര്യകാരണ ബന്ധത്തിനപ്പുറം
അദൃശ്യമായ ശക്തി പ്രയോഗിച്ച് നമുക്ക് അപകടം വരുത്താനോ നാശം വരുത്താനോ കുഴിയിൽ വീഴ്ത്താനോ ഒന്നിനുമാവില്ല. അങ്ങനെ ആയാൽ പിന്നെ നമുക്ക് അള്ളാഹുവിലുള്ള ആ തൗഹീദിന്റെ അടിയുറച്ച വിശ്വാസത്തിന്റെ ശക്തിക്ക് ഊനം തട്ടും, അതിന് ഭംഗം വരും. അതാ കാര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു അടിസ്ഥാനമുള്ളത്? ഇല്ല, ആർക്കും ആവില്ല. ഒരു വ്യാജ സന്യാസിക്കും യഥാർത്ഥ സന്യാസിക്കും സാധിക്കില്ല. ഒരു പീറിനും ഒരു ഫക്കീറിനും ഒരു സിദ്ധനും ത്വരീഖത്തിന്റെ ഇല്ലേ ഇപ്പൊ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുനാഥനാണ് ഖുത്ബുസ്സമാൻ യൂസുഫ് സുൽത്താൻ ആലുവ. ഖുത്ബുസ്സമാൻ യൂസുഫ് സുൽത്താൻ. ആളുകൾ എന്തൊക്കെ പറയാ? ഞാൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് അവരുടെ ഒരു പ്രസിദ്ധീകരണത്തിന്റെ ചീഫ് എഡിറ്ററെ ഫോണിൽ വിളിച്ചു. ഇപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിലേക്ക് ബസ്സിൽ വരുമ്പോ പലയിടത്തും അദ്ദേഹത്തിന്റെ പേര് പതിച്ച പോസ്റ്ററുകൾ നിരന്നിരിപ്പുണ്ട്. ഇതിന്റെ ആളെ ഞാൻ വിളിക്കുകയാണ്. ഖുത്ബുസ്സമാൻ യൂസുഫ് സുൽത്താനെ അല്ല. അപ്പൊ യൂസുഫ് സുൽത്താൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിക്കണതന്നെ, യൂസുഫ് സുൽത്താൻ എന്നൊക്കെ നമുക്ക് പേരങ്ങനെ പറയാൻ പാടില്ല. അവിടുന്ന് എവിടെയാണ്? അവിടുന്ന് എവിടെയാണ്? അപ്പോ ബാഗ്ദാദിൽ പോയിരിക്കാം. ബാഗ്ദാദിൽ എന്താ? അത് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടിന് പോയിരിക്കുന്നു. യൂസുഫ് സുൽത്താൻ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ആണ്ട് പോയിരിക്കുന്നു ബാഗ്ദാദിൽ. ഞാൻ പറഞ്ഞു, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ തിരുമുഖം എനിക്കൊന്ന് കാണാൻ പറ്റാവോ? എന്റെ കേട്ടിട്ട് കൊതിയൂർന്നു, കാണാൻ വല്ലാത്ത മോഹം മനസ്സിൽ എന്നൊക്കെ പറഞ്ഞപ്പോ ആ സാധു വിശ്വസിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മഹാനവർകൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കാരണം മഹാനവർകൾ എന്നല്ലാതെ വേറെ ഒന്നും യൂസുഫ് സുൽത്താനെ കുറിച്ച് അതിന്റെ ചീഫ് എഡിറ്റർ പ്രയോഗിക്കുന്നു പോലുമില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാണ്, മഹാനവർകൾ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടാവില്ലേ? എന്തായാലും കണ്ടിട്ടുണ്ടോന്നോ? എന്നോട് പറയാ, കണ്ടിട്ടുണ്ടോന്നോ? ഇതെന്ത് ചോദ്യം? എപ്പോഴും കണ്ടുകൊണ്ടിരിക്കല്ലേ? അതിപ്പോ മഹാനവർകൾ എന്നല്ല, അദ്ദേഹവുമായി ഖറാബത്തുള്ള ഞങ്ങളിൽ പലരും തന്നെ അള്ളാഹു റസൂലിനെ കണ്ടിട്ടുണ്ടെന്നാണ് ബദായി. അപ്പോ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടാവില്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെ സംശയാലുവാകുന്നത്? എന്നെ ശാസിക്കണം അദ്ദേഹം. അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടാവില്ലേ? അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടാകും. നോക്കണം നിങ്ങൾ, അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്. ഖുർആനിന് ഖണ്ഡനം പറയാൻ നിനക്കൊരിക്കലും എന്നെ കാണാനാവില്ല. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കണ്ടോ? കണ്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്രക്കിടയിലെങ്കിലും കണ്ടോ? കണ്ടില്ല. അത് ശാരീരികമോ ആത്മീയമോ എന്തെങ്കിലും ആകട്ടെ, കണ്ടോ? കണ്ടില്ല. യൂസുഫ് സുൽത്താൻ കണ്ടു എന്നാ പറയണേ. ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് സ്വന്തം വീട്ടിൽ പോയി പെറ്റ തള്ളയെ ഒരു നോക്കി കാണുന്നതിന് പകരം നേരെ തുരുത്തി എന്ന് പറഞ്ഞ കാലടിയില്ലേ, അവിടെ യൂസുഫ് സുൽത്താന്റെ വീടിന്റെ കുറെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു വലിയ, കേരളത്തിൽ തന്നെ വലിയ മുജാഹിദ് മഹലുണ്ട്, കാലടി ശ്രീഭൂതപുരം. ആ കാലടിയിലേക്ക് പോകുന്ന വഴിയാണ് ഇദ്ദേഹത്തിന്റെ വീട്. ലോകത്തിൽ ലഭ്യമായ ഏറ്റവും വില കൂടിയ കാറുകളിൽ പലതും അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നിരത്തി ഇട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കാറുകൾ ഭക്തജനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആർക്ക്? ജീവിച്ചിരിക്കുന്ന യൂസുഫ് സുൽത്താന്. അദ്ദേഹത്തെ ഇ കെ ഗ്രൂപ്പോ കാന്തപുരം ഗ്രൂപ്പോ ഒന്നും അംഗീകരിച്ചിട്ടില്ല. അത് വ്യാജനാണെന്ന് അവർ പറയണേ. അദ്ദേഹം വ്യാജനാണ് പോലും. ഇതിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും, നുണയനാണ്, വ്യാജനാണ്, കള്ളനാണ് എന്നൊക്കെ. ഇതാ സ്ഥിതി. തമിഴ്നാട്ടിൽ ഒരു വ്യാജ സന്യാസി ഉണ്ടായി, പ്രേമാനന്ദ. കണ്ടിട്ടില്ലേ? ഭയങ്കരമായിട്ട് ഇങ്ങനെ വല്ലാതെ മുഖത്തെ പേശികൾ മുഴുവൻ വലിച്ചു മുറുക്കി ഭയങ്കരമായിട്ട് ഭീകരമായ ഒരു ചിരിയുണ്ട് അയാൾക്ക്. അത് കാണുമ്പോ തന്നെ പേടിയാവും. പക്ഷേ ആ ചിരിയിൽ അയാൾ ആളുകളെ കുട്ടിയിലാക്കിയിരിക്കണം. ഒരുപാട് സ്ത്രീകളെ അയാൾ മാനഭംഗപ്പെടുത്തി. വനിതാ സംഘടനകൾ ഇടപെട്ടിട്ടാണ് അവസാനം അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ നടപടി സ്വീകരിച്ചത്. പോലീസുകാർക്ക്, തമിഴ്നാട്ടിലെ പോലീസിന് മടിയാണ്, അയാൾ അറസ്റ്റ് ചെയ്യാൻ മടിയാണ്. അവസാനം വനിതാ സംഘടനകൾ സമരം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ പോകാൻ നേരത്ത് ഈ വനിതാ സംഘടനാ നേതാക്കൾ ചോര ഛർദ്ദിച്ച് മരിക്കും എന്നയാൾ ശപിച്ചു. പോകാൻ സമയത്ത് അള്ളാഹുവിന്റെ ഒരു പണി നോക്കണം. അയാള് ജയിലിൽ വെച്ച് മരിച്ചു. ബാക്കിയുള്ളവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. സമരം ചെയ്തവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഒരാൾ പോലും മരിച്ചിട്ടില്ല. അയാൾ ആ ജയിൽവാസത്തിനിടക്ക് മരിച്ചുപോയി. പ്രേമാനന്ദ. നമുക്ക്
അയാളുടെ രൂപം തന്നെ ഓർമ്മയുണ്ടാകും ഇപ്പോ. കാരണം പത്രത്തിൽ അത് ഒരു പെട്ടിക്കോളം വാർത്തയായിരുന്നു അന്ന്. അതാ സ്ഥിതി. നമ്മുടെ രജനീഷ് ബാംഗ്ലൂരിൽ അമേരിക്കയിലെ ഒറിഗോൺ എന്ന ഒരു സിറ്റി തന്നെ വിലക്ക് തരാമോ, വിലക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കാൻ മാത്രം സമ്പന്നനായിരുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ റോൾസ് റോയ്സ് കാറില്ലേ, വില കൂടിയ ആ കാറിന്റെ അധിപനായിരുന്ന രജനീഷ്, ഭഗവാൻ രജനീഷ് എന്നാ പറയാ. നമ്മൾ ഈ ഗുരുത്വം കുറഞ്ഞ ആളുകളാണ് ഇങ്ങനെയൊക്കെ പറയാം. അപ്പോ അദ്ദേഹം മരിച്ചു, ബാംഗ്ലൂർ വെച്ചാ മരിക്കണം. അദ്ദേഹത്തിന്റെ ഇൻ ദ മോർണിംഗ് തുടങ്ങിയ ബുക്കുകൾ വായിക്കേണ്ടതാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ഇംഗ്ലീഷിലുള്ള ഭാഷ അതീവ ലളിതവും സുന്ദരവും ഭദ്രവുമാണ് പലതും. പക്ഷേ ഈ ലോകത്തുള്ള ഒരുപാട് ആളുകൾ അന്ധവിശ്വാസത്തിൽ തളച്ചിടാൻ അയാൾക്ക് സാധിച്ചു. അത് അദ്ദേഹം മരിച്ചിട്ട് മറവ് ചെയ്യാൻ അനുയായികൾ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, ആ ഡെഡ് ബോഡിയും വെച്ച് ആളുകൾ അയാൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അനുയായികൾ ഉണ്ടായി. ഒരു വിശ്വാസം ആളുകളിൽ ചെലുത്തുന്നതും വരുത്തുന്നതും എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ പിൽക്കാലത്തെ സ്ഥിതിയും സമീപനത്തിലെ ഗതിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായപ്പോൾ സ്വഹാബികളുടെ സ്ഥിതി എന്തായിരുന്നു? അവർ അള്ളാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്തു. സ്നേഹാധിക്യം കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കൊയ്യും ഞാൻ അവന്റെ തല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മിമ്പർമലേക്ക് കയറി ഹംദും സ്വലാത്തും കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ശാസിച്ചത് ഇസ്ലാമിന്റെ സുന്ദരമായ ചരിത്രം. മരിക്കെ കൊല്ലപ്പെടുകയോ രണ്ടാലും ാൽ നിങ്ങൾ ആദർശ രംഗത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ പ്രസംഗം കേട്ടപ്പോ തോന്നിയത്രേ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണോ എന്ന്. അതാ സ്ഥിതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാനിടവന്ന ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി പണി തീർത്ത് നൽകിയ ആ വീടിന്റെ ഉള്ളിൽ മറവ് ചെയ്ത് സ്വഹാബികൾ പുറത്തിറങ്ങുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അവരിൽ തന്നോടടുത്തവരോട് ചോദിച്ചു, കൈഫ താബത അൻഫുസുകും അൻ തഹ്തു തുറാബ അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ദേഹത്ത് മണ്ണ് വാരിയിട്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്ത് തിരിച്ചിറങ്ങാൻ എങ്ങനെ നിങ്ങളുടെ മനസ്സ് സമ്മതിച്ചു, എങ്ങനെ നിങ്ങൾക്കതിന് കഴിഞ്ഞു? കൈഫ താബത അൻഫുസുകും അൻ തഹ്തു തുറാബ അലാ റസൂലില്ലാഹ്. അത് സ്നേഹമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ദിവ്യനാണെന്ന് ആരും പറഞ്ഞില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചവർ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ അവതാരമാണെന്ന് അവകാശപ്പെട്ടില്ല, വിശ്വസിച്ചില്ല. ഒരാളുടെ മനസ്സിലെ അഖീദ എങ്ങനെ, ഒരാളുടെ ടെനറ്റ്, വിശ്വാസ പ്രമാണം, അഖീദ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം എന്താ? കെട്ടിയുറപ്പിക്കപ്പെട്ടത് എന്നാണ്. അഖദ എന്ന് പറഞ്ഞാൽ കെട്ടിയുറപ്പിച്ചു എന്ന് വാക്കർത്ഥം. കെട്ടിയുറപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം ഒരാളെ ഏത് വിധത്തിൽ സ്വാധീനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മനുഷ്യരെ കുറിച്ചുള്ള അയാളുടെ ധാരണയും സംസാരവുമെല്ലാം. അങ്ങനെ സ്വഹാബികൾ വളരെ ശോഭയുള്ള വിശ്വാസത്തിൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷവും നിലകൊണ്ടു. ഇപ്പൊ സായിബാബയും അമൃതാനന്ദമയിയും ഈ നേരത്തെ ഉണ്ടായിരുന്നില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, പെരുമ്പാവൂരിലെ മുസ്ലിം സിദ്ധനും ഇപ്പൊ ഈ പറയുന്നയാളും ഇവരൊക്കെ ഒരാൾ വേറൊരാളെ തള്ളിപ്പറയും. ഒരു ത്വരീഖത്ത് വേറെ ത്വരീഖത്തിന്, ഒരു ത്വരീഖത്തിന്റെ നേതാവ് വേറെ ത്വരീഖത്തിന്റെ ഷെയ്ഖിന് അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. ഇത് മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതിയാണ്. ഇങ്ങനെ തന്നെയാണ് സ്ഥിതി കേട്ടോ. അതാണ് ഈ ശിർക്കിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ശിർക്കാണ്, ശിർക്കിന്റെ പ്രത്യേകതയുണ്ട്. എനിക്കറിയുന്ന വളരെ അടുത്ത ഒരാളുണ്ട്. അദ്ദേഹം ശ്രീ രവിശങ്കറുടെ ഭക്തനാണ്. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ജീവനകലയുടെ ആചാര്യൻ ശ്രീ രവിശങ്കറുടെ ഭക്തനാണ്. അണിഞ്ഞിരിക്കുന്ന മാലയുടെ ലോക്കത്തിൽ രവിശങ്കറുടെ ചിത്രം കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നു. അവര് അമൃതാനന്ദമയുടെ അടുത്ത് പോകാറില്ല. അമൃതാനന്ദമയി ഭക്തന്മാർ രവിശങ്കറിന്റെ അടുത്ത് പോകാറില്ല. സത്സംഗം മറ്റു പല പരിപാടികളുമൊക്കെയായി അവരിങ്ങനെ അരങ്ങ് തകർത്ത് വേറൊരു ഭാഗത്ത്, ഇത് വേറൊരു ഭാഗത്ത്. ശിർക്കിന് പരസ്പരം പലപ്പോഴും അംഗീകരിക്കാൻ പറ്റാറില്ല. അതെങ്ങനെയാണ്? നേർച്ചകൾ തമ്മിലും അങ്ങനെയാണ്. നേർച്ചകൾ തമ്മിൽ അങ്ങനെയാണ്.
പൊതുവെ പറഞ്ഞു കേൾക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരൊറ്റ പ്രസ്ഥാനമാണ്. ഇല്ല, തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ. ഇതൊക്കെ ഒറ്റക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ മനസ്സ് അവരൊക്കെ പലതാ. അവരുടെ നിലപാടുകൾ വ്യത്യസ്തമാണ്. ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഇതാണ് പൊതുവിൽ ശിർക്കിന്റെ സ്ഥിതി. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഈ ആത്മീയ വാണിഭം, ഈ ആത്മീയ പ്രസ്ഥാനം, ഈ ആത്മീയ വ്യവസായം, ഭക്തി എന്ന ഏറ്റവും വലിയ കച്ചവട വസ്തു, അതിപ്പോ കയറ്റി അയക്കാൻ മാത്രം കേരളം വളർന്നിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ കുറെ കാലങ്ങളായി അമേരിക്കയിലേക്കും ജർമ്മനിയിലേക്കും ഇംഗ്ലണ്ടിലേക്കുമെല്ലാം കേരളത്തിൽ നിന്ന് ഭക്തി കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു രോഗമാണ് എന്ന് തിരിച്ചറിയാൻ വൈകുന്നിടത്താണ് കേരളീയരുടെ ശാപം എന്ന് നാം ശരിക്കും മനസ്സിലാക്കണം. ഇതൊരു രോഗമാണ്, ഭക്തി രോഗം. ആ രോഗം മൂത്താൽ ഏത് മുജാഹിദിനും ഭ്രാന്താകും. ഈ രോഗം മൂത്താല് ഏത് മുജാഹിദിനും ഭ്രാന്താകും. അതെന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയാണ് ഈ ജിന്നൊഴിപ്പിക്കലും ജിന്നുബാധ ഒഴിപ്പിക്കലും നമ്മളൊക്കെ മഹാബഹുമാനത്തോടു കൂടി കണ്ടുകൊണ്ടിരുന്ന ആളുകളുടെ പേരക്കിടാകളിൽ ജിന്നുബാധ ഒഴിപ്പിക്കൽ, അടച്ചിട്ട മുറിക്കകത്ത് നിന്ന് രോദനവും അട്ടഹാസവും കേൾക്കുക. സൂര്യന് കൊണ്ട് ജിന്നിനെ ഒഴിപ്പിക്കുന്ന മുജാഹിദ് ഏത് പ്രാകൃതൻ അട്ടപ്പാടിയിലെ ആദിവാസിക്കും നിലമ്പൂർ കാട്ടിലെ ചോലനായക്കന്മാർക്ക് പോലും ഇതിനേക്കാൾ വകതിരിവും വെളിവുമുണ്ട്. അപ്പൊ ഇതിന് മുജാഹിദാണ്, പേരുകൊണ്ട് മുജാഹിദാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല എന്നതിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അടിവരയിടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചൊവ്വാദോഷം, നമ്മുടെ നാട്ടിലെ ചൊവ്വാദോഷത്തിന്റെ ഇരകളായിട്ട് എത്രയോ ദരിദ്രരും സമ്പന്നരുമായ പാവം പെൺകുട്ടികളാണ് വിവാഹം വൈകിയും വിവാഹം മുടങ്ങിയും ദുരിതത്തിൽപ്പെട്ടുപോയത്. ചൊവ്വാദോഷം, ചൊവ്വാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 320 ദിവസം എടുത്തിട്ട് മംഗൾയാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ലോകത്താദ്യമായി 10-60 കോടി കിലോമീറ്റർ യാത്ര ചെയ്ത് ചൊവ്വാഗ്രഹത്തിൽ ഇറങ്ങി കൃത്യമായി ഇന്ത്യയിലേക്ക് കൃത്യമായി ചിത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക മംഗൾയാൻ. ആ മംഗൾയാൻ ഇറങ്ങിയ ഗ്രഹത്തിന്റെ പേരാണ് ചൊവ്വ. അതിനാണ് മിർരീഖ് എന്ന് പറയുന്നത്. മിർരീഖ്, റെഡ് പ്ലാനറ്റ് എന്ന ചുവന്ന ഗ്രഹം. ചുവന്ന ഗ്രഹം ആളുകൾക്കൊക്കെ അന്ധവിശ്വാസമാണ്. അതാണ് ചുവന്ന ഗ്രഹം എന്ന പേരെന്താ അതിന് മാത്രം? അതെന്തിങ്ങനെ റെഡ് പ്ലാനറ്റ്? അതിനൊരു കാരണമുണ്ട്. ഇത്രയും ഇരുമ്പ് ഓക്സൈഡ് കൂടുതലുള്ളതുകൊണ്ട്, ഇരുമ്പിന്റെ ഓക്സൈഡ് അതിൽ കൂടുതലുള്ളതുകൊണ്ട് പ്രകാശം തട്ടുമ്പോ വല്ലാതെ അതിങ്ങനെ പ്രകാശിക്കുമത്രേ, അത് പ്രതിഫലിക്കും. ഇരുമ്പിന്റെ ഓക്സൈഡാണ് ചൊവ്വാഗ്രഹത്തിൽ കുണ്ടും കുഴികളും മലകളും ഗർത്തങ്ങളുമുള്ള ചൊവ്വാഗ്രഹത്തിൽ കൂടുതൽ അതിന്റെ പ്രതലത്തിലുള്ളത്. അപ്പോ സൂര്യപ്രകാശം തട്ടുമ്പോ അതിങ്ങനെ വല്ലാതെ പ്രഭ ചൊരിയും. ആ പ്രഭയാണ് ചുവപ്പ്. ആ ചുവപ്പിനെയാണ് അപകടകരം എന്ന് നമ്മുടെ രാജ്യത്തുള്ള ലോകത്തുള്ള മനുഷ്യർ പലരും, ഇന്ത്യക്കാർ മാത്രമല്ല, റെഡ് പ്ലാനറ്റിനെ കുറിച്ച് ധരിക്കാൻ ഇടവന്നതുപോലെ. ആ ചൊവ്വാഗ്രഹവുമായി ബന്ധപ്പെട്ടതിന്റെ 12 രാശി, ആ 12 രാശികളിൽ 7-ാമത്തെയോ 8-ാമത്തെയോ രാശിയിൽ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്ന ചൊവ്വയുടെ രാശിയിൽ പിറന്ന ഒരു പെൺകുട്ടി, ചൊവ്വാദോഷമുള്ള ഒരു പെൺകുട്ടി. എന്താ അത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോ തിഥിയും നാളും ഒക്കെ കണക്കാക്കി അവളുടെ ജാതകം എഴുതണം. കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ പോയപ്പോ താലിയോലയിൽ ജാതകം എഴുതി കൊടുക്കും. പ്രത്യേകിച്ചൊരു ബോർഡാ, താലിയോലയിൽ ജാതകം എഴുതി കൊടുക്കും. എന്താ ഈ താലിയോലയിൽ ജാതകം എഴുതിയാനുള്ള പോലീസ? ജാതകം തന്നെ പോലീസില്ലാത്ത കാര്യ. ഇപ്പൊ മുസ്ലിങ്ങൾ പോലും ജാതകം നോക്കുന്നുണ്ട്, ഇല്ലേ? അവരും നോക്കുന്നുണ്ട് ഈ നാളും തിഥിയും ഒക്കെ. വാസ്തവത്തിൽ നിരർത്ഥകമായ, തൗഹീദിന് വിരുദ്ധമായ ഈ വിശ്വാസം ഒരു ഗ്രഹത്തിനും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ഭാവിയിലോ നമ്മുടെ ആഹാരത്തിലോ ജോലിയിലോ നമ്മുടെ ക്ഷേമത്തിലോ രോഗത്തിലോ നമ്മുടെ ആരോഗ്യത്തിലോ നാശത്തിലോ ഒരു പങ്കും ഒരു ഗ്രഹത്തിനുമില്ല. ഈ ഗ്രഹം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെ പേടിക്കുന്ന മനുഷ്യൻ ജീവിക്കുന്നത് അതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ഭൂമി എന്ന ഗ്രഹത്തിലാണ്. ചൊവ്വാഗ്രഹത്തെക്കാൾ 10 ഇരട്ടി പിണ്ടവലുപ്പം ഭൂമിക്കുണ്ട്. അങ്ങനെയുള്ള ഗ്രഹത്തിൽ ജീവിച്ചിട്ട് ചൊവ്വയെ പേടിക്കുന്നു. ചൊവ്വാദോഷം ഉള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന ആൾ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന്
ഹിന്ദു സഹോദരങ്ങൾ ജീവിക്കുന്ന രാജ്യത്താണ് നാം പുലരുന്നത്. ആലോചിച്ചു നോക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം. അപ്പൊ ഞാൻ ആലോചിക്കാം, ഈ ചൊവ്വാദോഷം ആർക്കാ? മുസ്ലിങ്ങൾക്ക് ഇപ്പൊ തുടങ്ങിയിട്ടില്ല. ഈ നിലക്ക് പോയാൽ ചൊവ്വാദോഷം വൈകാതെ തുടങ്ങും, പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പൊ തുടങ്ങിയിട്ടില്ലാത്ത ചുറ്റുപാടിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഗ്രഹനില അനുസരിച്ച് ചൊവ്വാദോഷമുള്ള കുട്ടികളായിരിക്കുമല്ലോ. അവരുടെയൊക്കെ ഭർത്താക്കന്മാർ മരിച്ചു പോകേണ്ടിയിരുന്നതല്ലേ? ഈ വിശ്വാസം ശരിയാണെങ്കിൽ ക്രിസ്ത്യാനികൾ ചൊവ്വാദോഷം നോക്കാറില്ല, മുസ്ലിങ്ങളെ പോലെ തന്നെ. അപ്പൊ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ചൊവ്വാദോഷം നോക്കാത്തത് കൊണ്ട് ഒരുപാട് മരണങ്ങൾ അവരുടെ വീടുകളിൽ നടക്കേണ്ടിയിരുന്നതാണ്. ഈ ജാതി യുക്തിക്കും ന്യായത്തിനും ബുദ്ധിക്കുമൊന്നും വിശ്വാസികളുടെ മുമ്പിൽ യാതൊരു വിലയുമില്ല. അതാണ് വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ ജ്യോതിഷം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ, ഞാനിത് വെറുതെ പറയുന്നതല്ല, ഒരുപാട് ആളുകൾ, ഒരുപാട് മുസ്ലിങ്ങൾ തന്നെ ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുണ്ട്. കണ്ണൂരിലെ പെരണശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. പെരണശ്ശേരിയിൽ അത് നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയന്റെ ഏകദേശം നാടിനോടടുത്ത സ്ഥല പെരണശ്ശേരി. ആ പെരണശ്ശേരിയിലെ ക്ഷേത്രത്തിൽ എന്നും രാവിലെ പർദ്ദയിട്ട സ്ത്രീകൾ വരും. അപ്പൊ ഞാനൊരു സഹോദരിയോട് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു ചെറിയ സർക്കാർ ഏൽപ്പിച്ചൊരു ചെറിയ പണിയായിട്ട് അവിടെ ചെന്നപ്പോ അവിടെ കണ്ട പർദ്ദയിട്ട ഒരു സഹോദരിയോട് ചോദിച്ചു, ഇവിടെ ഇത് ഭയങ്കര പ്രത്യേകതയുള്ള ക്ഷേത്രമാണല്ലേ? അതെ. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? പാമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ അത് ഇവിടം കൊണ്ട് മാറും. അവർ പറയുന്നത് കണ്ണൂർ സ്ലാങ്ങിൽ, കണ്ണൂർ സ്റ്റൈലിലാണ് സംസാരിച്ചത്. പാമ്പിന്റെ ശല്യം, ഇപ്പോ പറമ്പിൽ പാമ്പിന്റെ ശല്യമുണ്ടെങ്കിൽ പെരണശ്ശേരി ക്ഷേത്രത്തിൽ മാറും. പാമ്പ് മേക്കാട്ട്, അത് തൃശ്ശൂർ ജില്ലയിലാ, അവിടെയും ഒരുപാട് മുസ്ലിങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ പറമ്പിൽ എവിടെയെങ്കിലും പാമ്പ് പാവം ജീവി, അതിന് എവിടെയെങ്കിലും ജീവിക്കണ്ടേ? അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ? അത് എവിടെയെങ്കിലും എഴിഞ്ഞു നടക്കുന്നത് കണ്ടാൽ ഉടനെ അത് ഭയങ്കര പ്രശ്നമായി. പാമ്പൊക്കെ ഇവിടെ വേണമെന്ന് നമ്മളിവിടെ ഈ ചന്തക്കുന്ന് യോഗം കൂടി തീരുമാനിക്കുകയാണോ? അല്ല, മനുഷ്യന്റെ പ്രകൃതിയും ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയും തീരുമാനിച്ചതാ. പാമ്പൊക്കെ ഇവിടെ വേണം, മൂർഖൻ പാമ്പ് വരെ വേണം. ദ്രോഹിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ, നമ്മളെ ദ്രോഹിക്കില്ല, അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകില്ല എന്നാണെങ്കിൽ മൂർഖൻ പാമ്പിനെ വരെ കൊല്ലേണ്ട യാതൊരു കാര്യമില്ല. എന്തിനാ കൊല്ലുന്നത്? അതിന്റെ വിഷം ക്യാൻസറസ് ആയ രോഗികൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന നിലയിൽ ഗവേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പാവം ആ മൂർഖനെ കൊല്ലണോ? കിങ്കോബ്ര രാജവെമ്പാലയെ പോലും കൊല്ലേണ്ട കാര്യമില്ല. പക്ഷേ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആളുകളിൽ ഒരുപാട് വിശ്വാസങ്ങൾ മുസ്ലിങ്ങളിലടക്കം അതിശക്തമായി വേരൂന്നിയിട്ടുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പിന്നെ വലംപിരി ശംഖ് കണ്ടിട്ടില്ലേ നിങ്ങൾ പത്രത്തിൽ? വലംപിരി ശംഖ് ഈ ബംഗാൾ ഉൾക്കടലിലെ തീരത്ത് വല്ലാതെ അടിഞ്ഞുകൂടിയിരുന്ന ശംഖാണ് വലംപിരി ശംഖ്. സിനിമാ നടി ഉണ്ണിമായ ആണ് അതിന്റെ ബ്രാൻഡ് അംബാസഡർ. വൈശാഖ മാസത്തിലെ 3-ാം സാന്ദ്രദിനമായ അക്ഷയ തൃതീയയിൽ ദരിദ്രരായ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്താൽ പുണ്യമാണ് എന്ന വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ടാണ് തൃതീയ, നോക്കണം, ഈ അക്ഷയ തൃതീയ ദിവസത്തിൽ സ്വർണം വാങ്ങിയാൽ അഭീഷ്ട സിദ്ധി കൈവരും എന്ന് പറഞ്ഞാൽ എന്താകെ അക്ഷയ തൃതീയ. എത്രയോ മുസ്ലിങ്ങളാണ് സ്വർണ്ണ മാളുകളിലേക്ക്, സ്വർണ്ണ ഗോപുരങ്ങളിലേക്ക്, കടകളിലേക്ക് പായുന്നത്. ഇതിനൊന്നും ജാതി മതമൊന്നുമില്ലാന്ന്. അതെന്താ? അക്ഷയ തൃതീയയിൽ സ്വർണം വാങ്ങി സൂക്ഷിച്ചാൽ അത് മഹാസൗഭാഗ്യവും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നതിനും കാരണമായി തീരും എന്ന് വിശ്വാസമാണ് അത്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാ? മോഹൻലാൽ. നമ്മുടെ സിനിമാ നടൻ മോഹൻലാൽ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ. അന്ധവിശ്വാസങ്ങൾക്ക് കുട ചൂടുന്നത് ഒരു പരിധിവരെ മാധ്യമങ്ങളാണ്, പത്രങ്ങളും TV ചാനലുകളുമാണ്. എത്രയോ വെറുതെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളാണ് സീരിയലുകളായി വരുമ്പോ കുരുന്നു മക്കളിൽ ഈ അന്ധവിശ്വാസം കുത്തിവെച്ച് ഒരു പുതിയ തലമുറയെ അപ്പാടത്തിന്റെ അന്ധവിശ്വാസത്തിലേക്കും തുടർന്നുള്ള അനാചാരങ്ങളിലേക്കും ഇന്ത്യ രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത്.
നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധ കാണുന്നില്ല. അതീവ ഗുരുതരമാണ് ഈ വിഷയം. അങ്ങനെ തുടങ്ങി എല്ലാ കാര്യത്തിലും വാസ്തു ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ നമ്മളെ വിളിച്ച് ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്. മുജാഹിദ് പള്ളിയിലൊക്കെ 1-2 തവണ വെള്ളിയാഴ്ച ഖുത്ബക്ക് വന്നതിന്റെ പരിചയം വെച്ചിട്ടാകും അവർ വിളിച്ചു ചോദിക്കും, ഞാൻ ഗൾഫിലായിരുന്നു മൗലവി. അതെ, എന്നിട്ട് ഞാനിപ്പോ ഒരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. അപ്പോ അത് പണിയേണ്ടത് എങ്ങനെയാണ് നമ്മളോട്? അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങളുടെ നാട്ടിൽ ആർക്കിടെക്ട് ഇല്ലേ? വിവരമുള്ള സിവിൽ എഞ്ചിനീയേഴ്സ് ഇല്ലേ? ഡിപ്ലോമ പാസ്സായ കുട്ടികൾ ഉണ്ടാവില്ലേ? ഡ്രാഫ്റ്റ് ആൻഡ് സിവിൽ കഴിഞ്ഞ കുട്ടികൾ ഉണ്ടാവില്ലേ? അവരോട് ചോദിക്കേ. പിന്നെ ഏത് സംഗതിയാണെങ്കിലും കുടിവെള്ളത്തിന്റെ ലഭ്യത നോക്കണം, കാറ്റിന്റെ ഗതി അത് നോക്കണം. തൊഴുത്ത് പണിയുന്നതിന് ചില ശാസ്ത്രീയമായ രീതികളൊക്കെ ഉണ്ടാകും. മൃഗങ്ങൾക്ക് ചിലപ്പോ കാറ്റ് പറ്റാത്ത കാലമോ സീസണോ ഒക്കെ ഉണ്ടാകും. അതൊക്കെ നോക്കണം. അതൊക്കെ ബുദ്ധിപരമായ സമീപനമാണ്. എവിടെയാണ് വെള്ളമുള്ളത്? കമ്മ്യൂണിസ്റ്റ് വച്ച കയ്യിൽ വെച്ച് പറമ്പിൽ നടന്നിട്ട് ഇങ്ങനെ നോക്കി, ഇവിടെ വെള്ളമുണ്ട്, ഇവിടെ വെള്ളമില്ല എന്ന് പറയുന്ന ഒരു ഉപ്പയുണ്ടായിരുന്നു ഈ സദസ്സിൽ ഇപ്പോഴിരിക്കുന്ന ഒരാൾക്ക്. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് കുടിവെള്ളം ഈ പറമ്പിൽ എവിടെ കിട്ടും എന്ന് പറയാൻ കഴിയുന്ന ഒരു വാപ്പ ജീവിച്ചിരുന്നിരുന്നു. അത് ശാസ്ത്രബോധമാണ്. അതിൽ അന്ധവിശ്വാസമൊന്നുമില്ല. അപ്പൊ അവിടെ കുഴിച്ചാൽ വെള്ളം ഉണ്ടാകും. അത് വെറുതെ നിന്നിട്ട് വൈബിയായ വിവരാണോ? ഒരു വൈബിയായ വിവരമല്ല. 60 കോടി കിലോമീറ്റർ അപ്പുറത്തുള്ള ചൊവ്വാഗ്രഹത്തിന്റെ വിവരങ്ങൾ ഭൂമിയിലേക്ക് ചിത്രങ്ങളായി പോലും കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലത്താ 5-6 അടി താഴെ വെള്ളമുണ്ടോ ഇല്ലെന്ന് മുകളിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള പ്രായോഗിക ജ്ഞാനമുള്ള ഒരാൾ പറയുന്നത് അത് അന്ധവിശ്വാസമല്ല. പക്ഷേ അന്ധവിശ്വാസ ജടിലമായ അനേകം കാര്യങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വ്യവസായമാണ്. ഈ വ്യവസായത്തെ യഥാർത്ഥത്തിൽ തളച്ചിടാൻ ഗവൺമെന്റുകൾക്ക് ബാധ്യതയുണ്ട്. ഞാനതിന്റെ കൂടുതൽ വിപുലമായ വിശദാംശങ്ങളിലേക്ക് പോകാൻ എന്തായിരുന്നാലും ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ചേക്കേറുന്ന വ്യാധി. ഇതാണ് ഏറ്റവും വലിയ മനസ്സിന്റെ ക്യാൻസർ. ഏത്? വളരെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് ജീവിക്കാം, അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങൾ വെച്ച് പുലർത്താം, എന്നിട്ട് യുക്തിവാദികൾക്ക് അനുയായികളെ ഉണ്ടാക്കാം. യുക്തിവാദികൾക്ക്, യാതൊരു യുക്തിയും ബുദ്ധിയുമില്ലാത്ത യുക്തിവാദികൾക്ക് അനുയായികളെ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് ഇന്ന് മതവിശ്വാസികൾ എന്ന പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം കൂട്ടത്തിൽ പറയേണ്ട ഒരു സംഗതിയുണ്ട്, പറഞ്ഞു പോകേണ്ടത് അത്രയേ ഉള്ളൂ. ഇത് ഇന്നും ഇന്നലെ പറയാൻ തുടങ്ങിയതല്ല. ഒറ്റയ്ക്ക് പറഞ്ഞു തുടങ്ങിയ കാലത്ത് മരിച്ചുപോയ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, ഹമദാരി തങ്ങളായാലും വക്കം മൗലവി ആയാലും സനാവുല്ലാഹി തങ്ങളായാലും മഹാന്മാരായ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനം 1950 ഉണ്ടാകുന്നതിന് മുമ്പ് മരിച്ചുപോയ ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ഒറ്റയ്ക്ക് നാടൊട്ടിക്ക് പറഞ്ഞ് പ്രചരിപ്പിച്ച സംഗതികളാണ് ഇതൊക്കെ. ഈ നേർച്ച എണ്ണ, ഈ നേർച്ച ചോറ്, അവിടുന്ന് കിട്ടുന്ന നിവേദ്യങ്ങളാ. സാധാരണ ക്ഷേത്രത്തിൽ നിന്ന് അരവണപ്പായസം കിട്ടുമ്പോ അരവണപ്പായസത്തോടൊരു അലർജി. അതേസമയം കൊണ്ടോട്ടി നേർച്ചയ്ക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ അത് കുഴപ്പമില്ല. അത് വാങ്ങി പ്ലാസ്റ്റിക്കിന്റെ കിറ്റിലിട്ട് ബസ് കയറി കാറ് പിടിച്ചും ഒക്കെ ആയിട്ടത് വന്ന് ആളുകൾ ക്യൂ നിന്ന് വാങ്ങിപ്പോകും, കഴിക്കും. അങ്ങനെ പുണ്യതീർത്ഥം വാങ്ങി, നിവേദ്യം വാങ്ങി, പ്രസാദം വാങ്ങി, നിവേദ്യം നൽകി പ്രസാദം വാങ്ങി പോകുന്ന ആ വിശ്വാസം മുസ്ലിങ്ങളിൽ ശക്തമാണ്. ഇത് മുസ്ലിങ്ങളിലെ പണ്ഡിതന്മാർക്ക് എന്തുകൊണ്ട് എതിർക്കാൻ സാധിക്കുന്നില്ല? അല്ലെങ്കിലും ഇതിനെ എതിർക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗുണഭോക്താക്കളാകാതെ ജീവിക്കണം. സാമ്പത്തികമായി ഇതിന്റെ പ്രയോജനം ഞങ്ങൾക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയിൽ ജീവിച്ചാൽ മാത്രമാണ് തീർച്ചയായും സുന്നി മുസ്ലിംമാർക്ക് ഇതിനെ എതിർക്കാൻ പറ്റുള്ളൂ. സുന്നി മുസ്ലിംമാർ അവരല്ലേ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളിൽ, സുന്നികളിലെ മഹാഭൂരിപക്ഷം. അതെ, അവരല്ലേ ഇതിനെ എതിർക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങളെ അവര് ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് തന്നെ ഒരു നീണ്ട പട്ടികയ്ക്ക് കാരണമാകും.
ഇനിയും അവർ ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണിത്. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അതിൽ പെട്ടതാ ഈ കമാലിയ സ്വലാത്ത്, സ്വലാത്ത് സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധ റമദാൻ മാസത്തിൽ പ്രാർത്ഥിച്ചും തൗബ ചെയ്തും ഇസ്തിഗ്ഫാർ നടത്തിയും ഖുർആനോദിയും ഒക്കെ കഴിച്ചു കൂട്ടേണ്ട സമയത്ത് അതിൽ നിന്നൊക്കെ ആളുകളെ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് യാത്ര ചെയ്യിച്ച് മണിക്കൂറുകളോളം കഷ്ടപ്പെടുത്തി പാടത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ദുആ സമ്മേളനം നടത്തുന്ന ആളുകൾ ഇസ്ലാമുമായിട്ട് അവർക്ക് എന്ത് ബന്ധം? പരിശുദ്ധ റമദാനിലെ ഇത്തരം ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകൾക്കും ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പ്രമാണത്തിന് പിൻബലമുണ്ടോ? ഇല്ല. അപ്പോ ഇത് മതപണ്ഡിതന്മാരുടെ തകരാറാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ട മതപണ്ഡിതന്മാർ ആ കുറുന്തോട്ടിക്കാണ് വാദം, ചങ്ങലക്കാണ് ഭ്രാന്ത്, വേലി തന്നെയാണ് വിളവിന്നുന്നത്. അപ്പൊ ഈ സാധാരണക്കാരായ പാവങ്ങളെ നമ്മൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? കുറെ കാലങ്ങൾക്ക് മുൻപ് പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ തിരൂരങ്ങാടിയിലെ ജാറം കാണാൻ വേണ്ടി പോയി. തിരൂരങ്ങാടി ജാറം. അപ്പൊ 921 മാത്തവ ലഹളയിലെ ചരിത്ര പ്രാധാന്യമുള്ള ആ പള്ളി, അതോടനുബന്ധിച്ചൊരു ജാറുണ്ട്. ആ ജാറം കാണാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ ജാറത്തിന്റെ സാദിൻ എന്ന് പറയാം, അതിന്റെ ആള് ഞങ്ങളോട് പറഞ്ഞു, വലത്തെ കാല് വെച്ച് കയറണം. ആ ശരി. പിന്നെ തവാഫ് ചെയ്യുമ്പോൾ തവാഫ് ഇതിങ്ങനെ ചുറ്റണം. അങ്ങനെ ചുറ്റുന്നത് ഇങ്ങനെ ചുറ്റണം. ഞങ്ങൾ നേരെ എതിര് ചെയ്തു. ഉള്ളത് പറയുന്നു, ഇടത്തെ കാല് വെച്ച് കയറി. ഇടത്തെ കാല് വെച്ച് കയറി എന്നത് സമ്പൂർണമായ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്തതാ. അള്ളാഹുവിന്റെ അനുഗ്രഹം നോക്കണം. അതിനുശേഷം അതിന്റെ പേരിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. എന്തെങ്കിലും അനുഗ്രഹം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നിരിക്കാനാണ് സാധ്യത എന്ന് ന്യായമായും ഉള്ള ഈമാൻ വെച്ച് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ മരത്തിന്റെ പഴക്കൊല കെട്ടിത്തൂക്കിയിരിക്കുന്നു, മരം കൊണ്ടുള്ള പഴക്കൊല. അതെന്താ? അത് ആ പരിസര പ്രദേശത്തോ അവിടെ വന്നു പോകുന്ന ഭക്തജനങ്ങളോ അവർ നടത്തിവരുന്ന കൃഷിക്ക് ബറക്കത്തും ഐശ്വര്യം കൂടാൻ വേണ്ടി അവർക്ക് നേർച്ചയാക്കുന്ന വസ്തുക്കളാണ്. എന്നിട്ട് മഞ്ഞ പെയിന്റ് അടിച്ചിട്ട് അവർക്ക് നേർച്ചയാക്കുന്നു. അങ്ങനെ എല്ലാ ജാറങ്ങളിലും ഓരോ വേണ്ടാധീനങ്ങളുണ്ട്. എന്റെ കയ്യിലൊരു ബുക്ക് കിട്ടി. അതെന്താ? അത് ദുല്യസ നബിയുടെ, അതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ, അങ്ങനെ തുടങ്ങി ഒരുപാട് അമ്പിയാക്കളുടെ ജാറങ്ങളാണ് ആ ബുക്കിന്റെ അവസാന പേജുകളിൽ നല്ല മനോഹരമായ കളർ ചിത്രങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അത് കാണുമ്പോ ഈ ജാറം, പച്ചപ്പട്ട്, എണ്ണ ഒഴിക്കൽ, ചന്ദനത്തിരി കത്തിക്കൽ, നേർച്ച, ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനെതിരെ ആരാ പ്രവർത്തിക്കേണ്ടത്? ഇതിനെതിരെ ആരാ പ്രസംഗിക്കേണ്ടത്? നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കില്ല. ഇതൊക്കെ അല്ലെങ്കിൽ തന്നെ മുജാഹിദുകൾ പറയുന്നതാണ് എന്ന മട്ടിൽ പരമപുച്ഛത്തോടുകൂടി അവഗണിക്കുക മാത്രമേ ചെയ്യൂ. ഇത് പറഞ്ഞാൽ കേൾക്കാൻ സാധ്യതയുള്ള ആളുകളാകട്ടെ ഇതിന്റെ ഗുണഭോക്താക്കളാണ്, അതിന്റെ പ്രയോജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നാൽ നമ്മുടെ ഭരണഘടനയിൽ ഒരു പ്രത്യേക വകുപ്പുണ്ട്. ഞാൻ സാന്ദർഭികമായി അത് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയിൽ അവിടെ എഴുതി ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ 51(a)(h) ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു വകുപ്പുണ്ട്. അത് ശാസ്ത്രബോധവും മാനവികതയും പരിഷ്കരണത്തിനും അന്വേഷണത്തിനുമുള്ള ത്വരയും വളർത്തിയെടുക്കാൻ, ശാസ്ത്രബോധവും മാനവികതയും പരിഷ്കരണത്തിനും അന്വേഷണത്തിനുമുള്ള ത്വരയും വളർത്തിയെടുക്കാൻ ഇന്ത്യൻ പൗരൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞാൽ യുക്തിബോധത്തോടുകൂടി ജീവിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട ബാധ്യത ഇന്ത്യൻ പൗരന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ്, കടമയാണ് എന്നാ ഭരണഘടന പറയണത്. 2013 ഓഗസ്റ്റ് മാസം 24-ാം തീയതി 2013 ഓഗസ്റ്റ് മാസം 24-ാം തീയതി മഹാരാഷ്ട്ര സർക്കാർ ഒരു നിയമം ഉണ്ടാക്കി, ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ISM തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തില്ലേ? അതിന് സമാനമായ ഒരു സമരം നടന്നു. അവിടെ ഒരു ഒറ്റയാൾ പട്ടാളം അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. മഹാരാഷ്ട്രയിലെ അന്ധവിശ്വാസികൾ, അവരുടെ ജാതി, മതം, വർഗം, അതൊന്നും വിഷയമല്ല. അവിടുത്തെ അന്ധവിശ്വാസികൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു.
വെടിവെച്ച് കൊന്നതിന്റെ 3-ാം നാൾ മഹാരാഷ്ട്ര ഗവൺമെന്റ് നിയമം ഉണ്ടാക്കി. മഹാരാഷ്ട്ര പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഹ്യൂമൻ സാക്രിഫൈസ് ആൻഡ് അതർ ഇൻഹ്യൂമൻ ഈവിൽ ആൻഡ് അഘോരി പ്രാക്ടീസസ് ആൻഡ് ബ്ലാക്ക് മാജിക് ആക്ട് 2013 എന്ന പേരിൽ മന്ത്രവാദം നടത്തി മനുഷ്യരെ കൊല്ലുന്നതും ദുർമന്ത്രവാദം, അതാണ് ബ്ലാക്ക് മാജിക്, അതൊക്കെ നടത്തുന്നതും നിരോധിച്ചുകൊണ്ടുള്ള മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ നിയമം. ആ നിയമം ആദ്യം വരേണ്ടത് കേരളത്തിലാ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ നിയമം. കാരണം കേരളത്തിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 4 സ്ത്രീകൾ മാത്രം 4 പേരാണ് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കേരളത്തിൽ മൃഗീയമായി ഈ മന്ത്രവാദത്തിന് ഇരകളായി പിടഞ്ഞു വീണ് മരിച്ചത്. അവരുടെ ജാതിക്കെന്താ പ്രസക്തി? അവർ മുസ്ലിമാണോ മുസ്ലിമല്ലേ എന്ന് അന്വേഷിക്കുന്നതിൽ എന്താ സ്ഥാനമുള്ളത്? അവർ മനുഷ്യാത്മാക്കളാ. അവരെയാണ് കൊന്ന് ഈ ദുർഗാപ്രസാദ് അടക്കമുള്ള ആളുകൾ, നേരത്തെ പറഞ്ഞ പൂജാരി പറഞ്ഞില്ലേ, അദ്ദേഹവും ഭാര്യയും കൂടി അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൊന്ന് ചാക്കിൽ കെട്ടിയിട്ട് കുഴിച്ചു മൂടിയത്, ഒഴുക്കി വിട്ടത്, വെള്ളത്തിലൊഴുക്കിയതാ. അറസ്റ്റ് ചെയ്തിപ്പോ അവർ ജയിലില്ല. ക്ഷേത്രത്തിലെ പൂജാരിയും ഭാര്യയും ജയിലിലാണിപ്പോ. ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിൽ യഥാർത്ഥത്തിൽ തന്നെ ഈ വിഷയത്തിൽ വമ്പിച്ച പുരോഗതി ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. ഇനി അത് മാത്രമാണോ നമ്മുടെ പ്രശ്നം? അത് തീർന്നാൽ നമ്മുടെ പ്രശ്നമൊക്കെ തീരോ? ഇല്ല. യഥാർത്ഥത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസികളും അനാചാരികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വെറുതെ പുറംപൂച്ചിന് അഭിമാനിക്കാൻ വേണ്ടി മാത്രം പറയാ 100% സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളമെന്ന്. അതാണോ പ്രശ്നം? അത് മാത്രമാണോ? അല്ല. 100% സാക്ഷരതയുള്ള ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന അത്ര അന്ധവിശ്വാസം വേറെ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടാവില്ല. അത്ര ശക്തമാണ് അന്ധവിശ്വാസത്തിന്റെ വേരുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാരങ്ങളെ കുറിച്ച് പറഞ്ഞത്, ജാരം എന്ന് പറഞ്ഞാൽ കബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്, അലി ഇബ്നു അബീ താലിബിനോട് നിർദ്ദേശിച്ചത്, അതൊക്കെ ഒരു 100 പ്രസംഗങ്ങളിലൂടെ നിങ്ങൾക്ക് കേട്ട് പഴക്കമുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ എന്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സംഗതി തഫ്സീർ റാസിയുടെ തഫ്സീറുൽ കബീറിൽ നിന്ന്, ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിൽ നിന്ന് സൂചിപ്പിക്കുകയാണ്. إنهم ولعوا هذه الأوثان والأصنام على صورة أكابرهم وأنبيائهم وزعموا أنهم متى استغلوا بعبادة هذه التماثيل فإن أولئك الأكابر يكونون شفعاء عند الله. ഇത് എല്ലാ ആളുകളിലും കേട്ട് പരിചയമുള്ളതാണ്. ഇതാണ് മുസ്ലിം സമുദായത്തിന്റെ രോഗം, മുസ്ലിം സമുദായത്തിന്റെ ക്യാൻസർ ഇതാണ്. അത് ഈജിപ്തിലും ഇറാഖിലും സിറിയയിലും ഒക്കെ ഇതാ. ഇതില്ലാത്ത ഒരേ ഒരു രാജ്യമുള്ളൂ സൗദി അറേബ്യ. അവിടെയാണ് ഈ ജാറങ്ങളും ദർഗകളും മഖാമും ചന്ദനക്കുടവും ഉറൂസും നേർച്ചയും ഒക്കെ ഇല്ലാത്തത്. അല്ലാത്ത രാജ്യങ്ങളിലൊക്കെ ഇതുണ്ട്. ഒരുപക്ഷെ പള്ളികളെക്കാൾ അധികം സജീവമായി നടക്കുന്നത് ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ്. അതെന്താ സംഭവം? കൂട്ടത്തിൽ അമ്പിയാക്കളോ മഹാന്മാരോ ഒക്കെ മരിക്കുമ്പോ അവരുടെ രൂപത്തിൽ പ്രതിമകൾ ഉണ്ടാക്കി അവരെ ബഹുമാനിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു അത്രേ. ഈ കാലത്തും സമാനമായ സ്ഥിതിയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ശിപാർശക്കാരായിട്ട് ഇവരൊക്കെ കാണൂ, ഇവരൊക്കെ നമുക്കുണ്ടാകൂ. അള്ളാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യാൻ ഈ മഹാന്മാരാണ് ഉണ്ടാകുക. കൊണ്ടോട്ടിയിലെ സൈദലമിത്തങ്ങളും കാഞ്ഞിരമറ്റത്തെ പരീദൗലിയും മുനമ്പത്തെ ബീവിയും അങ്ങനെയുള്ള ആളുകളൊക്കെ പരലോകത്ത് നമുക്കുണ്ടാകൂ. ഇവർ ഈ മുജാഹിദുകൾ അറിയുന്നത് പോലെ ഒന്നുമല്ല കാര്യം എന്ന് പറഞ്ഞ് ഈ സാധുക്കളെ പറഞ്ഞ് കബളിപ്പിക്കാം ആളുകൾ. ഈ വിശ്വാസം ഇത് തിരുത്താനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. 2, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീർണത, ഇതിന്റെ തുടർച്ചയായ ഒരുപാട് ജീർണത വരും. മദ്യം, മയക്കുമരുന്ന്, വ്യഭിചാരം, കൊലപാതകം, ചൂഷണം, പലിശ, അഴിമതി, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, കളവ് എല്ലാം ഇതിന്റെ അനുബന്ധങ്ങളായി വരുന്ന പാപങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. കാരണം എല്ലാ അധാർമികതയും എല്ലാ ജീർണതയും എല്ലാ തോന്നിയവാസങ്ങളും നിഷ്കാസനം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ ആദ്യം മനുഷ്യന്റെ മനസ്സിലാണ് വിശ്വാസരംഗത്ത് കോളിളക്കവും കൊടുങ്കാറ്റും ഉണ്ടാവേണ്ടതും ഉയരേണ്ടതും.
മനസ്സിൽ ഈ മാറ്റമുണ്ടാകണം. അതുകൊണ്ടാണ് സമൂഹത്തിൽ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് നഫ്സുണ്ട്, ഒരു വ്യക്തിക്ക് നഫ്സുണ്ട്, ഒരു സൊസൈറ്റിക്ക് നഫ്സില്ല. അപ്പൊ നഫ്സിലാണ് മാറ്റം വരിക. നഫ്സിന് മാറ്റം വന്നാലേ സമൂഹത്തിന് മാറ്റം വരികയുള്ളൂ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഈ സൊസൈറ്റിക്ക് നഫ്സുണ്ടോ? രാഷ്ട്രത്തിന് നഫ്സുണ്ടോ? മുസ്ലിം സമുദായത്തിന്, ഹിന്ദു സമുദായത്തിന്, ക്രൈസ്തവ സമുദായത്തിന് പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ് എന്നിങ്ങനെ ആക്രോശിച്ച് ഉറഞ്ഞു തുള്ളുന്ന ഒരു ചികിത്സാ രീതി ക്രൈസ്തവർക്കിടയിലുണ്ട്. ക്രൈസ്തവർക്കിടയിൽ വളരെ ജീർണിച്ച, അങ്ങേയറ്റം പഴകി പുളിച്ച ഒരു ചികിത്സാ രീതിയുണ്ട്. അതിങ്ങനെ പ്രാർത്ഥിക്കൂ, ഭയങ്കര ഒച്ചയിൽ പ്രാർത്ഥിക്കാം. ദിക്റും സ്വലാത്ത് ഹൽക്കയും കമാലിയ സ്വലാത്തും നാരി സ്വലാത്തും ഒക്കെ ആയിട്ട് ഒച്ചയും ബഹളവും വെച്ച് നാട്ടിലെ മുഴുവൻ കുട്ടികളുടെ പരീക്ഷയും പഠനവും മുടക്കി ആക്രോശിക്കുന്ന മുസ്ലിംമാരില്ലേ മുസ്ലിം സമുദായത്തിൽ? അതുപോലെ അത്രയേ ഉള്ളൂ. അപ്പോ ഈ എല്ലാ ജീർണതകളുടെയും നേർക്ക് ആത്മാർത്ഥവും അതേസമയം ലക്ഷ്യബോധത്തിൽ അധിഷ്ഠിതവും വിശ്വാസശുദ്ധവുമായ ഒരു നീക്കം നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടതുണ്ട്. അസത്യം, ചതി, തീവപ്പ്, കൊള്ള, വഞ്ചന, ചൂഷണം, ചാരവൃത്തി, വധം പോലും പാവനം, ജനസേവനം എന്ന് കരുതുന്ന സമൂഹം, കുടിലും കുലങ്ങളും ചുടുചാമ്പലാക്കാത്ത, കാടിന്റെ പൂക്കളുടെ മനം കെടുത്താത്ത, കുലടയുടെ വേദാന്ത പടിമൊഴികളോടാത്ത, തളരും മനുഷ്യന്റെ തല വെട്ടി നിൽക്കാത്ത, കുതറും മനുഷ്യന്റെ കുടൽമാല കീറാത്ത, കുടിലതകളില്ലാത്ത, കുന്നായ്മയില്ലാത്ത, കൂടോത്രമില്ലാത്ത, കരളുകൾ കരയാത്ത, കണ്ണുനീരുറയാത്ത എന്റെ നാട് എവിടെന്റെ മക്കളെ എന്ന് ചോദിക്കുന്നത് ഒരു മുസ്ലിമല്ല. അയ്യപ്പ പണിക്കർ എന്ന മഹാകവി അദ്ദേഹം കേരളീയരോട്, ഈ ഭാഷ അറിയുന്ന മലയാളികളോട് മുഴുവൻ ചോദിക്കുന്നത്, മനുഷ്യരെ മനുഷ്യരായി കാണാൻ വർഗീയതയില്ലാത്ത, വിഭാഗീയതയും സാമുദായികതയും മത തീവ്രവാദവും ഒന്നുമില്ലാത്ത ഒരു സമൂഹം ഉണ്ടാകണം. പരസ്പരം കൊന്നും കഴുത്തെറുത്തും കൊലവിളിച്ചും ഭീഷണിപ്പെടുത്തിയും കൊള്ള ചെയ്തും സ്വന്തം മക്കളെ പോലും ബലി കൊടുത്തും സ്വന്തം ഭാര്യയുടെ കഴുത്തെറുത്തും ഭർത്താവിനെ ഒലക്കുകൊണ്ടടിച്ചു കൊന്നും ഒക്കെ ആണും പെണ്ണും മത്സരിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തും ഈ കാലത്തും നമ്മുടെ നാട്ടിലും മാറ്റത്തിന് വേണ്ടിയുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് തീർച്ചയായും പ്രാധാന്യമുണ്ട്. അത് യുക്തിവാദികളോ മതനിഷേധ പ്രസ്ഥാനങ്ങളോ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പൊരുതുമ്പോഴല്ല. കാരണം അവർക്ക് താഴെ ഭൂമിയും മേലെ ആകാശവും മാത്രമാണ്. മരണാനന്തരം ഒരു ജീവിതത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ച് ഇതിനൊക്കെ കണക്കും സമാധാനവും പറയേണ്ട ഒരു കാലവും ലോകവും വരാനുണ്ട് എന്ന കാര്യം തെര്യപ്പെടുത്തി, ബോധ്യപ്പെടുത്തി, ജീവിതത്തിന് ഉത്തരവാദിത്വമുണ്ടെന്നും അതിങ്ങനെ ഏതെങ്കിലും കണിയാന്മാർക്കും പുരോഹിതന്മാർക്കും കണക്കിനോട്ടക്കാർക്കും കൈനോട്ടക്കാർക്കും അടിയറ വയ്ക്കാനുള്ളതല്ലെന്നും, അങ്ങനെ എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഏത് തരത്തിലുള്ള അനാചാരവും ഏത് വിധത്തിലുള്ള സാമൂഹ്യ ജീർണതയും ധാർമ്മിക ജീർണതയും എതിർക്കപ്പെടേണ്ടതാണെന്നും ആ വിഷയത്തിലെല്ലാം കർക്കശമായ നിയമനിർമ്മാണ സമീപനം ഉത്തരവാദപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകേണ്ടതാണെന്നുമാണ് ഈ ക്യാമ്പയിൻ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടി പറയുന്നു, ലോകത്ത് ഇതുപോലെ ജനാധിപത്യ പറുദീസയായ ഇന്ത്യ രാജ്യത്ത് കേരളത്തിന്റേതുപോലുള്ള മഹത്തായ സാംസ്കാരിക പരിസരത്ത് ഇതുപോലെ പറയാൻ പറ്റുന്ന ഒരു രാജ്യം ലോകത്തിന്റെ വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത്ര സമാധാനം. ഇവിടെ എന്തു പറയാം? ഇവിടെ ആരെയും ഏത് നിലപാടുകളെയും വിമർശിക്കാം. പക്ഷേ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലും തെളിവിന്റെ പിൻബലത്തോടുകൂടിയും മാത്രമായിരിക്കണമെന്നേ ഉള്ളൂ. അതാണ് ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യം, ഒരു സെക്യുലർ പാരമ്പര്യം, ജനാധിപത്യ പാരമ്പര്യം. ആർക്കും തങ്ങളുടെ നിലപാടുകൾ ഉറക്കെ വെട്ടിത്തുറന്ന് വിളിച്ചു പറയാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും പുലരുന്നത്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി പരമാവധി ആളുകളിൽ ഈ അന്ധവിശ്വാസ വിരുദ്ധമായ വികാരവും വിശ്വാസം തന്നെയും ഉണ്ടാക്കി നമ്മുടെ സഹപ്രവർത്തകരുമായി, നമ്മുടെ കൂടെ പണിയെടുക്കുന്നവരുമായി, യാത്ര ചെയ്യുന്നവരുമായി സന്ദർഭം കിട്ടിയാൽ തികഞ്ഞ സഹിഷ്ണുതയോടും ക്ഷമയോടും കൂടി ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കണം. അതിന്റെ ബാധ്യത സ്ത്രീ സമൂഹത്തിനും ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും
പക്വതയുള്ള, ബോധമുള്ള, കാര്യവിവരമുള്ള മുഴുവൻ പേർക്കും ഈ കടമയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഇത് ഏതെങ്കിലും പരസ്യമായ ഇത്തരം ചില വ്യവസ്ഥാപിതമായ സംഘടിത പരിപാടികളാൽ ചുരുക്കപ്പെടേണ്ടതോ അതോടുകൂടി അവസാനിപ്പിക്കേണ്ടതോ അല്ല എന്നാർക്കാണ് അറിയാത്തത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു വികാരം നാട് ജാതിമത ഭേദമന്യേ എല്ലാ ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീർണതകളുടെയും ധർമ്മവിരുദ്ധമായ നീക്കങ്ങളുടെയും മൂല്യത്തകർച്ചയുടെയും ഈ പാപഭാരം ഒന്ന് ഒഴിവാക്കി കിട്ടാൻ ഒരാളും രണ്ടാളും ശ്രമിക്കുകയല്ല, കൂട്ടമായി ശ്രമിക്കുക. ഇവിടെ മുവഹിദുകൾ മാത്രമല്ല, ജനാധിപത്യ ബോധമുള്ള മനുഷ്യസ്നേഹികളുടെ മുഴുവൻ കൂട്ടായ്മയും ഏത് രാഷ്ട്രീയ പാർട്ടിയുമായുള്ള ആത്മാർത്ഥമായ സഹകരണവും മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ഉറപ്പുകൊടുത്തിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരുമായി സഹകരിക്കാം, RSSുമായി സഹകരിക്കാം, കോൺഗ്രസുകാരുമായും ലീഗുകാരുമായും സഹകരിക്കാം, NSSുമായും SNDPയുമായും സഹകരിക്കാം. ഇവിടുത്തെ പുലയ മഹാസഭയോ വേട്ടുവ മഹാസഭയോ ആരുമായും സഹകരിക്കാം. ഈ രാജ്യത്ത് നിന്ന് ഈ ദുരിത പർവ്വമെന്ന് മാറിക്കിട്ടുവാൻ ഇതാണ് നമ്മുടെ തുറന്ന നിലപാട്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നിലപാട് ഇതാണ്. കാരണം ഇതിന്റെ ഇരകളും ഈ കെണിയിൽ വീഴുന്ന സാധുക്കളും ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന്റെ ആളുകളല്ല എന്നത് തന്നെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതിന് മഹത്തായ ആദർശ മുദ്രാവാക്യമായി ഏറ്റെടുക്കാൻ ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളിലേക്കും ഒരു സത്യസന്ദേശ പ്രചാരണത്തിന്റെ ഭാഗമായി ഈ ചുമതല നിർവഹിക്കാൻ ഞാനും നിങ്ങളും ഉണ്ടാകണം, നമ്മളും മക്കളും കൂടെ വേണം. എന്നിട്ട് ഈ നാട് നന്നാകുന്നത്, ഈ നാടിനെ നന്നാക്കാനുള്ള ശ്രമത്തിൽ പങ്കാളികളാകുന്നത് ഒരു മഹത്തായ പുണ്യകർമ്മമാണ് എന്ന ധാരണയോടെ ജീവിക്കാൻ, അതിനിടയ്ക്ക് വിയർത്തിരിക്കും സമയത്ത് മരിച്ചു വീണാൽ അതൊരു പുണ്യമരണമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അണ്ണാറക്കണ്ണന് തന്നാലായത് ചെയ്യാൻ സാധിച്ചു എന്ന സായുജ്യത്തോടെ സംതൃപ്തിയോടെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ അതുപോലും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മഹത്തായ സംരംഭത്തിന് കരുണാവാരിധിയായ റബ്ബിന്റെ സകല ഐശ്വര്യങ്ങളും ആശീർവാദങ്ങളും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സംഗമം ഒരു സൽക്കർമ്മമായി റബ്ബ് കബൂലാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ധവിശ്വാസങ്ങളുടെ ലോകം ചിന്തനീയവും ഹൃദ്യവുമായി അവതരിപ്പിച്ച ബഹുമാന്യനായ അബ്ദുൽ ഹസീബ് മദനി അവർക്ക് 1000